Good evening all. Bridge course in part B. First of all, it's about chemical reactions. Rasa pravartanangal athava chemical reactions എന്താണെന്നാണ് ഇത് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിഞ്ഞ സെഷൻ നിർത്തിയത്. എന്തൊക്കെയാണ് chemical reactions ഉള്ളത്, എന്തൊക്കെ ടൈപ്പ് chemical reactions ഉണ്ട്, ഒരു chemical reaction എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മൾ ഇവിടെ പറയാം. ഒന്നാമത് chemical reactions ൽ ഒരു റിയാക്ടന്റ് ഉണ്ടാവും. നമ്മൾ അഭികാരകം എന്ന് മലയാളത്തിൽ പഠിച്ച സാധനം അഭികാരകം. The substances taking part in a chemical reaction. ഒരു chemical reaction ൽ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ അഭികാരകം അല്ലെങ്കിൽ റിയാക്ടന്റ് എന്ന് വിളിക്കുക. അതോടൊപ്പം റിയാക്ഷൻ കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനം, ഈ റിയാക്ടന്റ് ഒക്കെ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്തിട്ട് ലാസ്റ്റ് കിട്ടുന്ന സാധനത്തെ നമ്മൾ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. Substances formed as a result of the reaction. റിയാക്ഷൻ കഴിഞ്ഞതിന് ശേഷം കിട്ടുന്ന സാധനത്തെ പ്രൊഡക്റ്റ് എന്ന് വിളിക്കും. അപ്പൊ ഒരു റിയാക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഇതാ, സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് സിങ്ക് പ്രവർത്തിക്കുന്നു. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രോജനും ഒരു ലവണവും ഹൈഡ്രജൻ വാതകവും കിട്ടുന്നു. ഇതില് ഏതായിരിക്കും റിയാക്ടന്റ്? നമുക്കറിയാവുന്ന പോലെ ഈ ഭാഗത്തുള്ള അല്ലേ റിയാക്ടന്റ്, സിങ്കും HCl അല്ലേ റിയാക്ടന്റ് അല്ലേ? അതുപോലെ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ് അതിനകത്തുള്ള പ്രൊഡക്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ റിയാക്ടന്റ് എന്ന് പറയുന്നത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ്. പ്രൊഡക്റ്റ് എന്ന് വരുന്നത് ഈ പറഞ്ഞ പോലെ സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനുമാണ്. ഈ റിയാക്ഷൻ സിമ്പിൾ ആണ്. ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല, ബാലൻസ് ചെയ്തിട്ടല്ല എഴുതിയിട്ടുള്ളത്. കാരണം ബാലൻസിങ്ങിനെ കുറിച്ച് നമുക്ക് ഇനിയും പറയാനുണ്ട്. അതുകൊണ്ട് ഞാനത് പർപ്പസ്ഫുള്ളി ബാലൻസ് ചെയ്യാതെ വിട്ടതാണ്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ഈസി ആയിട്ട് ഇക്വേഷൻ ബാലൻസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. ഓക്കെ, അപ്പോ ഇനി ബാലൻസിങ് ഓഫ് കെമിക്കൽ ഇക്വേഷൻ. എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ പോയിന്റ്. വൈ ഇറ്റ് ഈസ് നെസസറി ടു ബാലൻസ്. എന്തിനാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നത്? എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത് ചോദിക്കുമ്പോ, അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ദ്രവ്യ സംരക്ഷണ നിയമപ്രകാരം. എന്താണ് ദ്രവ്യ സംരക്ഷണ നിയമം? ആർക്കും ഒരാൾക്ക് പറയാവോ? ആരാ പറയാ? ധനശ്യാം അറിയാമോ? ദ്രവ്യ സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ആരെങ്കിലും ഒരാള് അറിയുന്ന പോലെ പറഞ്ഞാൽ മതി. Mass neither be created nor destroyed. Mass can neither be created nor be destroyed. അതായത് ദ്രവ്യത്തെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. Matter can neither be created nor be destroyed in a chemical reaction. അപ്പൊ അക്കോർഡിംഗ് ടു ലോ ഓഫ് കൺസർവേഷൻ, അത് നമ്മളൊരു കെമിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ നമ്മൾ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, the number of atoms before and after a chemical reaction should be the same. നമ്മൾ ഇതിനെ ചെറുതാക്കി കൊണ്ടല്ലോ. മാറ്റർ എന്ന് പറയുന്നത് വലിയൊരു ക്ലാസ് ആണ്. അതിനെ ചെറുതാക്കി ഒരു ആറ്റത്തിലേക്ക് എത്തിക്കുന്നു. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പോസിബിൾ പാർട്ടിക്കിൾ ഓഫ് മാറ്റർ. നമ്മൾ പറഞ്ഞു എല്ലാ പ്രോപ്പർട്ടീസോടും കൂടി ഒരു മാറ്ററിന്റെ ഏറ്റവും ചെറിയ പീസ് ആണ്, ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പറഞ്ഞു. അപ്പോ ആറ്റങ്ങളെ നിർമ്മിക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അനുസരിച്ചിട്ട് ഇങ്ങനെ എഴുതാം എനിക്ക്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, the number of atoms on either side of a chemical equation should be the same. ഒരു രാസസമവാക്യത്തിന്റെ രണ്ട് വശങ്ങളിലുമുള്ള, അതായത് റിയാക്ടന്റിന്റെ സൈഡിലും പ്രൊഡക്റ്റിന്റെ സൈഡിലും അഭികാരങ്ങളുടെ സൈഡിലും ഉൽപ്പന്നങ്ങളുടെ സൈഡിലും ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് തുല്യമായിരിക്കണം. ഇത് കുറഞ്ഞു പോകരുത്. അപ്പൊ ഇവിടെ ഒരു ഉദാഹരണം നോക്കുന്ന സമയത്ത് N2 + H2 is giving NH3. നൈട്രജനും ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് അമോണിയ ഉണ്ടാവുന്ന ഒരു പ്രവർത്തനമുണ്ട്. അപ്പൊ ഇത് ബാലൻസ്ഡ് ആണോ? നമ്മൾ നോക്കുന്ന സമയത്ത് നൈട്രജൻ, നമ്മുടെ അഭികാരങ്ങളുടെ സൈഡിൽ നൈട്രജൻ 2 ഉണ്ട്, ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ 1 ഉള്ളൂ. ഹൈഡ്രജൻ അഭികാരങ്ങളുടെ സൈഡിൽ 2 ഉണ്ട്, ഉൽപ്പന്നങ്ങളുടെ സൈഡിൽ 3 അപ്പൊ ഇത് രണ്ടും ബാലൻസ്ഡ് അല്ല. അപ്പൊ നമുക്ക് ബാലൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആദ്യം ഞാൻ ചെയ്യുന്നത് നൈട്രജനെ ബാലൻസ് ചെയ്യാന്നുള്ളതാണ്. ഒരു സൈഡിൽ എനിക്ക് 2 നൈട്രജൻ ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ 1 നൈട്രജനേ ഉള്ളൂ. അപ്പൊ ഞാൻ നൈട്രജന് 2 ഇട്ടിട്ട് അതിനെ ബാലൻസ് ചെയ്യുന്നു. നൈട്രജൻ 2 ആക്കുന്നു. അപ്പൊ N2 + H2 is giving 2NH3. അത് മനസ്സിലായല്ലോ?
അപ്പൊ ഇപ്പൊ ഞാൻ നേരത്തെ NH3 ഒറ്റക്ക് നിന്ന് NH3യെ ഞാനിപ്പോ രണ്ടാക്കിയ സമയത്ത് ഞാൻ അവിടെ ഒരു സംഭവം നേരത്തെ ഉണ്ടായിരുന്നതിൽ ഒരു മാറ്റം വന്നു. നേരത്തെ നമുക്ക് ആ കൂടെ 3 ഹൈഡ്രജൻ ആണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്ര ഹൈഡ്രജനായി? 6 ആയില്ലേ? എങ്ങനെ 6 ആവുന്നേ? ഇത് രണ്ടും തമ്മിൽ ഗുണിക്കണ്ടേ? ഈ 2 3 തമ്മിൽ 2 into 3 it is 6. 2ഉം 3ഉം കൂടെ കൂട്ടിയിട്ടാണ് 6 കിട്ടുന്നത്. അപ്പൊ ഇവിടെ H ഇവിടെ 2 ഉള്ളൂ. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? N2 plus 3H2 is giving 2NH3. അവിടെ 3 ഇട്ടിട്ട് ബാലൻസ് ചെയ്യുന്നു. ഇപ്പൊ ഇക്വേഷൻ ബാലൻസ്ഡ് ആയോ? എന്ന് വെച്ചാല് റിയാക്ഷന്റെ ഈക്വേഷന്റെ ഇടതുവശത്തും വലതുവശത്തും റിയാക്ടൻ സൈഡിലും പ്രൊഡക്ട് സൈഡിലും മാറ്റങ്ങളുടെ എണ്ണം തുല്യായില്ലേ? ആയി ഇല്ലേ? 2 നൈട്രജൻ, ഇത് അവിടെ 2 നൈട്രജൻ, ഇവിടെ 2 നൈട്രജൻ, ഇവിടെ 2 നൈട്രജൻ, അതുപോലെ ഇവിടെ 2 നൈട്രജൻ 2N, ഇവിടെ 3 ഹൈഡ്രജൻ 3 into 2 3H2, മൊത്തം 6 ഹൈഡ്രജൻ ആറ്റം, ഇവിടെ 2 into 3 മൊത്തം 6 ഹൈഡ്രജൻ ആറ്റം. രണ്ട് സൈഡിലും ബാലൻസ്ഡ് ആയി ഇക്വേഷൻ. ഓക്കെ, ഇതാണ് സിമ്പിൾ ബാലൻസിങ്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബാലൻസിങ് ആണ്. നമുക്ക് പഠിക്കാനുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡാണ്. ഈ മെത്തേഡ് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. നമ്മൾ ആദ്യം ഒരു നമ്പർ ഇടും, ആ നമ്പർ ശരിയാവുകയാണെങ്കിൽ ആ നമ്പർ നിലനിർത്തും, ഇനി ശരിയായില്ലെങ്കിൽ ആ നമ്പർ മാറ്റും. പക്ഷേ നമ്മൾ പഠിക്കുന്ന രീതിയിൽ അങ്ങനെയല്ല, ഒരു സിസ്റ്റമാറ്റിക് ആണ്. 5ഉം 6ഉം 7ഉം ഒക്കെ സ്റ്റെപ്പുകൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എളുപ്പമാണ്, ഇതേപോലെ തന്നെയാണ്, സിമ്പിൾ ലോജിക് അപ്ലൈ ചെയ്യുന്നതേ ഉള്ളൂ. ചാപ്റ്റർ എത്തുമ്പോൾ നമ്മളത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസിലേക്ക് പോവാം. നമ്മൾ ഭൗതിക മാറ്റം, രാസമാറ്റം എന്നിങ്ങനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് കുറേ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഭൗതിക മാറ്റം എങ്ങനെയാണ് തിരിച്ചറിയുക, രാസമാറ്റം എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് പറഞ്ഞിട്ട് കുറേ ഉദാഹരണങ്ങൾ പഠിച്ചിട്ടില്ലേ? ആരെങ്കിലും എനിക്കൊരു ഭൗതിക മാറ്റം, സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭൗതിക മാറ്റം പറഞ്ഞു തരുമോ? അല്ലെ ഞാനൊരു ഉദാഹരണം പറയാം, അത് ഭൗതിക മാറ്റമാണോ രാസമാറ്റമാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറയുന്നത്, എന്റെ ഭൗതിക മാറ്റം എന്ന് പറയുന്നത് എന്താണ്? ഐസ് മെൽറ്റ് ചെയ്യുന്നു, മെൽറ്റിംഗ് ഓഫ് ഐസ്. Physical changes. അറിയില്ല? ഐസുരുകി വെള്ളാവുന്നത് ഫിസിക്കൽ ചേഞ്ച്. ഫിസിക്കൽ ചേഞ്ച് അല്ലേ? ഇതാ ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഫിസിക്കൽ ചേഞ്ചിലുള്ള സംഭവം? ഓൺലി എ ചേഞ്ച് ഇൻ ദ arrangement of molecules occurs. Rearrangement only occurring. Hence it can be easily brought back to its original state. ഒരു ചേഞ്ച് എന്ന് പറയുമ്പോൾ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് മാത്രമാണ് മാറുന്നത്. നമ്മൾക്കിപ്പോൾ ഐസും വെള്ളവും, മെൽറ്റിംഗ് ഓഫ് ഐസ് പറഞ്ഞാൽ ഐസ് ഉരുകിയ വെള്ളം കിട്ടും. വെള്ളം എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണെന്നും ഐസ് എന്ന് പറയുന്നത് സോളിഡ് സ്റ്റേറ്റ് ആണെന്നും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. എന്നിട്ട് അതിൽ പറഞ്ഞു, സോളിഡ് ആവുമ്പോൾ പാർട്ടിക്കിൾസ് വളരെ ക്ലോസ്ലി പാക്ഡ് ആണ്, ലിക്വിഡ് ആവുമ്പോൾ പാർട്ടിക്കിൾസ് ലൂസ്ലി പാക്ഡ് ആണ്. അതാണ് നമ്മൾ ഡിഫറൻസ് ആയിട്ട് പറഞ്ഞത്. സോ ഇവിടെ എളുപ്പത്തിൽ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റും. ചെറിയ അറേഞ്ച്മെന്റിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. എക്സാമ്പിൾ, കട്ടിംഗ് ഓഫ് പേപ്പർ, ബ്രേക്കിംഗ് എ ചോക്ക്. നമ്മളൊരു പേപ്പർ കീറി 2 കഷ്ണാക്കി കഴിഞ്ഞാൽ 2 പീസ് പേപ്പർ കിട്ടിയ പേപ്പർ എന്ന് പറഞ്ഞ സാധനത്തിന് ഫിസിക്കൽ ആയിട്ടുള്ള സൈസിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. ദർ ഈസ് നോ പെർമനന്റ് ചേഞ്ച്. നമുക്ക് അപ്പൊ ചോദിക്കും, നിങ്ങൾ ഈ പേപ്പർ പണ്ടത്തെ പോലെ ആക്കാൻ പറ്റുമെന്ന്. പഴയ പോലെ ആക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും അത്ര ഇമ്പോർട്ടന്റ് അല്ല. അതിൽ പുതിയ സാധനങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒരു പേപ്പർ ഇപ്പൊ 2 ആയി 3 ആയി, ചില നമ്മള് കുലുകുല കീറുകയാണെങ്കിൽ കുറെ കഷ്ണമായി. ഒരു ചോക്ക് പൊട്ടിച്ച് 2 എണ്ണം ആക്കുന്നു. 2 ചോക്കായി എന്നല്ലാതെ എന്താണ് രാസപരമായ മാറ്റങ്ങളൊന്നും ഇല്ല. ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ചുകൾ. ഫിസിക്കലി കാണുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും, പക്ഷെ ഉള്ളിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. കാണുമ്പോൾ വലിപ്പത്തിലോ അല്ലെങ്കിൽ രൂപത്തിലോ ഒക്കെ മാറ്റം വരും. അത് ക്ലിയർ ആയല്ലോ? ഞാനൊരു ഉദാഹരണം പറയാം. അരി പൊടിച്ചിട്ട് നമ്മൾ അരിപ്പൊടിയാക്കുന്നു. റൈസ് പൗഡർ, റൈസ് ഈസ് പൗഡേർഡ്, റൈസ്
ഈസ് കൺവേർട്ടഡ് ടു പൗഡർ. റൈസ് പൗഡർ ഉണ്ടാക്കുന്നു, അരിപ്പൊടി പുട്ടുണ്ടാക്കാനോ എന്തിനായിക്കോട്ടെ. ഇത് ഈസ് ഇറ്റ് എ കെമിക്കൽ ചേഞ്ച് ഓർ എ ഫിസിക്കൽ ചേഞ്ച്? Physical change. Physical change. ഫിസിക്കൽ ചേഞ്ച് ആണ്. അപ്പൊ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ ഈ അരിപ്പൊടി തിരിച്ച് അരിയാക്കാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ അതല്ല, അതതിന്റെ രൂപത്തിലേ മാറ്റം വന്നിട്ടുള്ളൂ. ചെറിയൊരു ഡിഫറൻസ്, രൂപത്തിൽ മാത്രം, വലിപ്പത്തിൽ മാത്രമാണ് മാറ്റം വന്നിട്ടുള്ളത്, അല്ലാതെ മാറ്റമൊന്നുമില്ല. നമുക്ക് പുതിയ സാധനങ്ങൾ ഉണ്ടായാലേ നമ്മൾ അതിന് കെമിക്കൽ ചേഞ്ച് വിളിക്കുള്ളൂ. സൈസിൽ വലിപ്പത്തിലുള്ള വ്യത്യാസം നമ്മുടെ വിഷയമല്ല എന്ന് തീർത്ത് പറയാം. ഇനി ഫിസിക്കൽ ചേഞ്ച് കഴിഞ്ഞാൽ അടുത്ത കെമിക്കൽ ചേഞ്ച്. ന്യൂ മോളിക്യൂൾസ് ആർ ഫോംഡ്. പുതിയ വസ്തുക്കൾ, പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഹെൻസ് ഇറ്റ് കനോട്ട് ബി ഈസിലി ബ്രോട്ട് ബാക്ക് ടു ഇറ്റ്സ് ഒറിജിനൽ സ്റ്റേറ്റ്. പഴയ സ്റ്റേറ്റിലേക്ക് എളുപ്പത്തിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇറ്റ് കനോട്ട് ബി ബ്രോട്ട് ബാക്ക്, പഴയ പോലെ ആക്കാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. അതുകൊണ്ട് ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, ഫിക്സഡ് പെർമനന്റ് ചേഞ്ച്. എക്സാമ്പിൾ നോക്കുന്ന സമയത്ത് ബേണിംഗ് ഓഫ് പേപ്പർ. ഒരു പേപ്പർ കത്തിച്ചിട്ട് ചാരമാക്കി മാറ്റുന്നു. നമ്മള് കണ്ണൂർ ഇങ്ങോട്ടുള്ള ഇതിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓരോരോ നമ്മുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഭാഷ മാറുന്നതനുസരിച്ചിട്ട് അത് ചാരമായി മാറി എന്നൊക്കെ പറയും. വെണ്ണീരായി മാറി, ചാരമായി മാറി. അപ്പൊ ബേണിംഗ് ഓഫ് പേപ്പർ, അല്ലെങ്കിൽ കട്ടിങ് എ ട്രീ. ഒരു മരം മുറിക്കുന്നു. മരം ട്രീ ആണ്, ജീവനോടെ ഇലകളും പൂക്കളും കായ്കളും ഒക്കെ ഉള്ള ഒരു മരം മുറിക്കുന്നു. അതൊരു പെർമനന്റ് ചേഞ്ച്, ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. മുറിച്ച് നിലത്തിട്ടിരിക്കുന്ന ഒരു മരം കീറിയിട്ട് വിറകാക്കുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ഉണങ്ങിയൊരു മരം നേരത്തെ മുറിച്ചിട്ട് കഴിഞ്ഞ, അല്ലെങ്കിൽ ഒരു 2-3 മാസം മുമ്പേ മുറിച്ചിട്ടിട്ട് ഉണങ്ങിയൊരു മരം വീണ്ടും കട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കീറി വിറകാക്കുന്നത് അതൊരു ഫിസിക്കൽ ചേഞ്ച് മാത്രമാണ്. പക്ഷെ ആ വിറക് കത്തിക്കുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്, നമുക്കറിയാം. വിറക് കത്തിച്ചിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പാചകം ചെയ്യുകയാണെങ്കിൽ അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്, അത് നമുക്ക് മനസ്സിലായി. അപ്പോ ഇതാണ് 2 കെമിക്കൽ ചേഞ്ചിനെ ഉദാഹരണം കൊടുത്തത്. ഇനി തെർമോ കെമിക്കൽ റിയാക്ഷൻസ്. താപരാസപ്രവർത്തനം എന്ന് നമ്മൾ പഠിച്ച സാധനം തന്നെയാണ് പറയുന്നത്. തെർമോ കെമിക്കൽ റിയാക്ഷൻസ്, താപരാസപ്രവർത്തനം. അപ്പൊ താപരാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഒന്നാമത്തത്. 2 തരമുണ്ട്. സോ കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഓർ അബ്സോർബ് ഹീറ്റ്. ഒന്നുകിൽ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ താപം പുറത്തുവിടുന്ന പ്രവർത്തനം. ഒന്നാമത്തത് എക്സോതെർമിക് റിയാക്ഷൻസ്, ലിബറേറ്റ്സ് ഹീറ്റ്. താപം പുറത്തുവിടുന്നു, പുറത്തുവിട്ടുകൊണ്ടാണ് നടക്കുന്നത്. നമ്മൾ ആ പ്രവർത്തനം നടക്കുമ്പോൾ നമുക്ക് താപോർജം പുറത്തോട്ട് വരും, താപം പുറത്തു വരും. ഇനി നേരെ ഓപ്പോസിറ്റ് ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് ഉള്ളത് എൻഡോതെർമിക് റിയാക്ഷൻസ് ആർ ദോസ് ഇൻ വിച്ച് ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. താപം ആഗിരണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം. നമ്മള് ഇതിന്റെ രണ്ടിന്റെയും മലയാളത്തിലുള്ള വാക്കുകൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? എന്തൊക്കെയാണ് ഇതിന് മലയാളം പഠിച്ചത്? എക്സോതെർമിക്കിന് എന്താ പഠിച്ചേ? താപമോചക പ്രവർത്തനം എന്നല്ലോ. ഇങ്ങനൊരു വാക്ക് കേട്ടിട്ടില്ലേ മലയാളം മീഡിയം? താപമോചകം. അതേപോലെ എൻഡോതെർമിക്കിന് താപ ആഗിരണ പ്രവർത്തനം, അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനം എന്നുള്ള 2 വാക്ക് പഠിച്ചിട്ടുണ്ട്. താപ ആഗിരണ പ്രവർത്തനം അല്ലെങ്കിൽ താപശോഷക പ്രവർത്തനം. അപ്പൊ ഇത് രണ്ടും പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഒരു താപം ആഗിരണം ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രവർത്തനം, താപം പുറത്തു വിട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനം. പിന്നെ ഇതാ ഫോട്ടോ കെമിക്കൽ, പ്രകാശരാസപ്രവർത്തനം. പ്രകാശം ആഗിരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പുറത്തു വിട്ടുകൊണ്ട് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് പ്രകാശരാസപ്രവർത്തനങ്ങൾ, ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ്. ഞാൻ പറഞ്ഞു തെർമോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് ഒരു പാഠം തന്നെ വരുന്നുണ്ട്, തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഇതിന്റെ എല്ലാ എങ്ങനെയൊക്കെയാണ് താപം ആഗിരണം ചെയ്യുന്നതെന്നും ഏതൊക്കെ തരത്തിൽ ഈ പ്രവർത്തനം നടക്കുന്നതൊക്കെ കൃത്യമായിട്ട് പഠിക്കും. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നുകിൽ പ്രകാശം ആഗിരണം ചെയ്യുക, അല്ലെങ്കിൽ പ്രകാശം പുറത്തുവിടുക. ഫോട്ടോസിന്തസിസ് ഉദാഹരണമാണ്. ഫോട്ടോസിന്തസിസ് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമുക്ക് ഫോട്ടോസിന്തസൈസ് ചെയ്യാം, പ്രകാശ സംശ്ലേഷണം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ജീവിക്കുന്നതല്ല പറയുന്നത്, അതൊരു സൈഡിൽ നടക്കുന്നുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ദ സിംഗിൾ സോഴ്സ് ഓഫ് എനർജി നമ്മുടെ ഈ ഭൂമിയിൽ ഊർജത്തിന്റെ, ശരി, നമുക്കൊക്കെ കിട്ടുന്ന ഊർജത്തിന്റെ ഒരേ ഒരു സോഴ്സ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യന്റെ ഊർജം ഇവരെ ചെടികൾ എടുത്ത് അത് ഫോട്ടോസിന്തസിസ് വഴി
സ്റ്റാർച്ചാക്കി മാറ്റി, എന്നിട്ട് അതാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഒരാൾ പറയുന്നു ഞാൻ നോൺ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കാറുള്ളൂ. വെജിറ്റേറിയൻ നിങ്ങൾ പറയുന്ന ഈ ചെടിയിൽ നിന്ന് കിട്ടുന്ന എന്താണ് അരിയും ഗോതമ്പും ഞാൻ തിന്നുന്ന ആളല്ല, ഞാൻ വെറും കീറ്റോ ഡയറ്റ് ആണ്, അതായത് ഫുള്ള് മീറ്റ് മാത്രമേ കഴിക്കാറുള്ളൂ. ആയിക്കോട്ടെ, ആ പശു എന്താ തിന്നത്? അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ജീവിയാണെങ്കിൽ മറ്റ് നമ്മൾ മീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും ജീവി, ആ ജീവി എന്താ കഴിച്ചത്? അപ്പൊ അത് മാറ്റം വരും. ഇതിനനുസരിച്ചിട്ട് എന്തായാലും നമ്മൾ കഴിക്കുന്നത് ഈ ചെടികളിൽ നിന്നുള്ള വസ്തു, ഒന്നുകിൽ ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. നിങ്ങൾ ഫിസിക്സ് ബയോളജിയിൽ നിങ്ങൾ ആ ട്രോഫിക് ലെവൽസ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്, നമുക്ക് അറിയാം ഇതൊക്കെ. അതിന്റെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും ലൈറ്റിന്റെ വെളിച്ചത്തിന്റെ സാന്നിധ്യത്തിൽ ഇതാണ് പ്രവർത്തനം നടക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ അന്നജം ഉണ്ടാക്കുന്നു. ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ആ ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. നമുക്ക് കുറച്ച് ഓക്സിജൻ ഒക്കെ അവർ തരുന്നുണ്ട്. ഇനിയുള്ളത് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് ആണ്. ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞത്, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് ഒരു പാഠം ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ ചാപ്റ്റർ +2 ഈ വർഷമല്ല അടുത്ത വർഷം സെക്കൻഡ് ഇയറിൽ 3ാമത്തെ പാഠം ഇലക്ട്രോ കെമിസ്ട്രി ആണ്. ഒരു പാഠം മുഴുവനായിട്ട് പഠിക്കാനുണ്ട്. വലിയ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. നമ്മൾ ഓരോ ഉപയോഗിക്കുന്ന ഓരോ സെല്ലുകളെ കുറിച്ചൊക്കെയുള്ള ഒരു പാഠം പഠിക്കാനുണ്ട്. ഇലക്ട്രിക് എനർജി കൺസ്യൂംഡ് ഓർ പ്രൊഡ്യൂസ്ഡ്. ഒന്നുകിൽ ഇതെല്ലാം ഈ 3 എക്സ്പ്ലനേഷൻ സിമിലർ ആണ്, ഓർത്തിരിക്കുക. ഇലക്ട്രോ കെമിക്കൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ആഗിരണം ചെയ്യുന്നതോ പുറത്തുവിടുന്നതായ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് വിളിക്കാം. ഇലക്ട്രോളിസിസ് ആണെങ്കിൽ അതിനകത്ത് ഞാൻ എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സംഭവം പറഞ്ഞുതരാം. എവിടെയും ഏതെങ്കിലും ഒരു റിയാക്ഷൻസിൽ ഇങ്ങനെ LYSIS എന്ന് കണ്ടാൽ, ലിസിസ് കണ്ടാല് ബ്രേക്കിംഗ് അപ്പ് എന്ന് ഓർത്തിരിക്കുക. ബ്രേക്കിംഗ് അപ്പ്. LYSIS എന്ന് കണ്ടാൽ ലിസിസ്, ഫോട്ടോളിസിസ്, പൈറോളിസിസ്, ഇലക്ട്രോളിസിസ്, ഹൈഡ്രോളിസിസ് കണ്ടു കഴിഞ്ഞാൽ ആ മുമ്പിലുള്ള സാധനം, ഇപ്പൊ ഇലക്ട്രോളിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്നു. പൈറോളിസിസ് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്നു. ഹൈഡ്രോളിസിസ് എന്ന് പറഞ്ഞാൽ ജലം ഉപയോഗിച്ചുകൊണ്ട് ഡീകമ്പോസ് ചെയ്യുന്നു. അപ്പൊ LYSIS എവിടെ കണ്ടാലും അതെന്തോ ബ്രേക്കിംഗ് ഉണ്ട് ഇതിനകത്ത് എന്ന് മനസ്സിലാക്കുക. അത് ഓർമ്മയുണ്ടാവുമല്ലോ. ഇനി LYSIS എന്തെങ്കിലും ലിസിസ് കണ്ട എന്തോ മുറിയാൻ പോകുന്നുണ്ട്, എന്തോ ഒരു ബ്രേക്കേജ് വരുന്നുണ്ട്, അത് ഓർത്തിരിക്കുക. ഒരു ഉദാഹരണം, ഇത് ഇലക്ട്രോളിസിസിന് ഉദാഹരണമാണ്. ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണം അല്ലെങ്കിൽ വൈദ്യുത വിഘടനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജലത്തിലൂടെ, ശുദ്ധജലമല്ല, എന്തെങ്കിലും ഒരു ഇമ്പ്യൂരിറ്റി ഉള്ള ജലത്തിലൂടെ വൈദ്യുതി കടത്തി വിട്ടു കഴിഞ്ഞാൽ അത് ഹൈഡ്രജനും ഓക്സിജനുമായി വിഘടിക്കുന്നു, ഘടക മൂലകങ്ങളായി വിഘടിക്കുന്നു എന്ന് പഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെയും പറഞ്ഞ ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസും ഇലക്ട്രോപ്ലേറ്റിംഗും ഒക്കെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പഠിക്കാം. അടുത്തത് ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ്. വൈദ്യുത ലേപനം എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ചിത്രമൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടാവും ഇല്ലേ? വൈദ്യുത ലേപനത്തിൽ ഒരു ഇരുമ്പ് വളയത്തിലേക്ക് വെള്ളി പൂശുന്ന അല്ലെങ്കിൽ ചെമ്പ് പൂശുന്നതായിട്ടുള്ള പ്രവർത്തനം, അതിന്റെ ഒരു ബാറ്ററിയുടെ സെറ്റപ്പും ഒരു മറ്റൊരു കാര്യം. ഓക്കെ, അപ്പോ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡെവലപ്പിംഗ് എ തിൻ ലെയർ ഓഫ് വൺ മെറ്റൽ ഓവർ അനദർ യൂസിങ് ഇലക്ട്രിസിറ്റി. ഒരു ലോഹത്തിന്റെ മുകളിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വളരെ തിന്നായിട്ടുള്ള ഒരു ലോഹം ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഒരു ലോഹത്തിന് മുകളിൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയ. എന്തിനായിരിക്കും ചെയ്യുന്നത്? അപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്ന്, ലോഹനാശനം, കൊറോഷൻ തടയാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തത് ഓർണമെന്റ്സില്, ആഭരണങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വില കുറഞ്ഞ എന്തെങ്കിലും ഒരു ലോഹത്തിൽ ആഭരണം ഉണ്ടാക്കിയിട്ട് വില കൂടിയ സ്വർണം, വെള്ളി പോലത്തെ ലോഹങ്ങളെ കൊണ്ട് അത് നമുക്ക് കവർ ചെയ്തെടുക്കാം, ഇലക്ട്രോപ്ലേറ്റ് ചെയ്തെടുക്കാം. ചില വാച്ചിന്റെ സ്ട്രാപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാച്ചിന്റെ സ്ട്രാപ്പൊക്കെ, ഈ വാച്ചിന്റെ സ്ട്രാപ്പില് ഗോൾഡ് കൊണ്ടുള്ള അല്ലെങ്കിൽ സ്വർണ്ണ നിറമുള്ള വാച്ച് സ്ട്രാപ്പ് കണ്ടിട്ടുണ്ട്. അത് മുഴുവൻ സ്വർണ്ണം ഒന്നും ആയിരിക്കില്ല. അത്രയും സ്വർണം ഉള്ളവർക്ക് സ്വർണ്ണത്തിൽ ചെയ്യാം, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷെ എങ്കിലും
അത് നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലെ എന്തെങ്കിലും സാധനത്തിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്യാം. 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആക്കാം. കാണുമ്പോൾ സ്വർണം പോലെ ഉണ്ടാവും, പക്ഷെ ഫുള്ള് സ്വർണ്ണമല്ല, അത്യാവശ്യം കുറച്ച് സ്വർണ്ണം ഉണ്ടാവും. അപ്പൊ അത് ഓർണമെന്റ്സിന് അതുപോലെ കൊറോഷൻ പ്രിവെന്റ് ചെയ്യാനൊക്കെയാണ് നമ്മൾ കാര്യമായിട്ട് ഇലക്ട്രോ പ്ലേറ്റിംഗ് ഉപയോഗിക്കുന്നത്. ക്രോം പ്ലേറ്റഡ്, ക്രോമിയം പ്ലേറ്റഡ്. ഇപ്പൊ വീട്ടില് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലൊക്കെയുള്ള പൈപ്പുകൾ, വാട്ടർ ടാപ്പുകൾ, അതൊക്കെ ക്രോം പ്ലേറ്റഡ് ആണ്, ക്രോമിയം പ്ലേറ്റഡ് ആണ്. ക്രോമിയം പ്ലേറ്റിംഗ് ഉണ്ട്. ക്രോമിയം പ്ലേറ്റിംഗ് വാട്ടർ ടാപ്സ് ഒക്കെ, വാട്ടർ ടാപ്പിലുള്ളത് ക്രോമിയം പ്ലേറ്റഡ് ആണ്. വാട്ടർ ടാപ്സ് ആർ ക്രോം പ്ലേറ്റഡ്. വാട്ടർ ടാപ്പ് ക്രോം പ്ലേറ്റഡ് ആണ്. ക്രോമിയത്തിന് ശരിക്കും ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിനിഷ് ആണ് ഉണ്ടാവുക. അതുപോലെ നമ്മളെ വണ്ടിയുടെ ഒക്കെ ഗ്രില്ല്, വണ്ടിയുടെ ഒക്കെ ഉള്ളത്, കാറിന്റെ ഒക്കെ ഫ്രണ്ടിൽ ആ ഒരു എംബ്ലം ഉണ്ടാവും, ആ കമ്പനിയുടെ എംബ്ലം, ആ കമ്പനി എംബ്ലം ഒക്കെ ഈ ക്രോം പ്ലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. ക്രോമിയം പ്ലേറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതൊരു പോയിന്റ്. ഇനിയുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സാധനമാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്. കുറെ എക്സാമ്പിൾസ് ഉണ്ട്. എക്സാമ്പിൾസ് നമുക്ക് ചാടിക്കേറി പറയാൻ പറ്റും എവിടെയൊക്കെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്. ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് പറഞ്ഞൊരു അറേഞ്ച്മെന്റ് ആണ്. അതിലൊരു കെമിക്കൽ എനർജിയെ നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കിയിട്ട് മാറ്റുകയാണ്. ഇറ്റ്സ് എൻ അറേഞ്ച്മെന്റ് വിച്ച് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ആസ് എ റിസൾട്ട് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനം നടക്കുന്നു, ആ രാസപ്രവർത്തനം നമുക്ക് കുറച്ച് എനർജി കിട്ടുന്നു, ഇലക്ട്രിസിറ്റി കിട്ടും, ഇലക്ട്രിക്കൽ എനർജി കിട്ടും. എക്സാമ്പിൾസ്, ഒന്നാമത്തെ എക്സാമ്പിൾ ഡ്രൈ സെല്ലാണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഡ്രൈ സെൽ ഉപയോഗിക്കുന്ന സ്ഥലം ഒന്ന് പറഞ്ഞുതരുമോ? എവിടെയാണ് ഒരു ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത്? ഡ്രൈ സെല്ലിന്റെ യൂസ് എവിടെയാണ് ഡ്രൈ സെൽ ഉപയോഗിക്കുന്നത്? ആരാ പറയാ? ഡ്രൈ സെൽ നമ്മൾ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ക്ലോക്കിൽ ഉപയോഗിക്കുന്ന സെല്ല് കണ്ടിട്ടുണ്ടോ? ക്ലോക്ക്, റിമോട്ട് കൺട്രോള്. ഈ ക്ലോക്കിലും റിമോട്ട് കൺട്രോളിലൊക്കെ വരുന്ന ഒരു സെല്ല് കണ്ടിട്ടില്ലേ? ഇല്ലടോ? അവര് നമ്മള് പെൻസിൽ സെല്ല് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു ഇത്ര ചെറിയ നീളമുള്ള AA, AAA എന്നൊക്കെ പറയുന്ന ബാറ്ററികൾ, സെല്ലുകൾ. ബാറ്ററി അല്ല, സെല്ലാണ്. നമ്മൾ ബാറ്ററി എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ സെല്ലുകൾ കൂടി ചേരുമ്പോഴാണ് ബാറ്ററി ആവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഡ്രൈ സെൽ എന്ന് പറയുന്ന സാധനം. രണ്ടാമത് പറയുന്നത് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ല് നമ്മൾ എവിടെയാ കണ്ടിട്ടുള്ളത്? മെർക്കുറി സെല്ല് ബട്ടൺ സെല്ല് എന്ന് പറയുന്ന മെർക്കുറി സെല്ല്, വാച്ചിലൊക്കെ ഉള്ള സെല്ല്, വാച്ചിലൊക്കെയുള്ള സെല്ല് മെർക്കുറി സെല്ലാണ്. മെർക്കുറി സെല്ല് നമ്മൾ കണ്ടിട്ടുള്ളത് വാച്ചിലാണ്. മെർക്കുറി സെൽ ചെറിയൊരു സാധനം, വളരെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉണ്ടാക്കിയ വളരെ ചെറിയൊരു സെല്ല്. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്നുമില്ലേ പഴയ സെല്ല് മാറ്റുന്ന സമയത്ത്. അപ്പൊ അത് ബാറ്ററി, മെർക്കുറി സെല്ല്. അഡ്വാൻറ്റേജസ് ഉണ്ട്. ഡ്രൈ സെല്ലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെർക്കുറി സെല്ലിന്റെ ലൈഫ് കൂടുതലാണ്, കുറെ കാലം നിലനിൽക്കും. കുറെ കാലം നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ വാച്ചിൽ ഉപയോഗിക്കുന്നത്. കുറച്ചുകൂടെ പ്രിസിഷൻ ആവശ്യമുള്ള ഡിവൈസസിൽ കുറച്ച് കൂടുതൽ കാലം നിൽക്കേണ്ടത്, അതുപോലെ കൃത്യത ആവശ്യമുള്ള ഡിവൈസിലാണ് നമ്മൾ മെർക്കുറി സെൽ ഉപയോഗിക്കുക. പെർഫെക്റ്റ്. കാൽക്കുലേറ്ററിലൊക്കെ ഉപയോഗിക്കുന്നത്. കാരണം കാൽക്കുലേറ്ററൊക്കെ പ്രിസിഷൻ ആവശ്യമുണ്ട്. വാച്ച് ഇപ്പൊ നമ്മള് എന്താ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഇലക്ട്രോണിക് കെമിസ്ട്രി എങ്കിലും പറഞ്ഞുതരാം. ഈ ഡ്രൈ സെല്ല് നമ്മുടെ സാധാരണ ക്ലോക്കിലും റിമോട്ടിലൊക്കെ ഉള്ള ബാറ്ററി അല്ലെങ്കിൽ ആ സെല്ല് ഉപയോഗിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് റിമോട്ടിനെ കുറിച്ച് നമുക്ക് പറയണം. റിമോട്ടാണ് ശരിക്കും വീട്ടിൽ ഏറ്റവും കൂടുതൽ എല്ലാവരുടെ കയ്യിൽ നിന്നും തല്ല് വാങ്ങുന്ന ഒരു സാധനം. അത് നേരാമണ്ണം ചാനൽ മാറുന്നില്ലെങ്കിൽ അതിട്ടൊരു കൊട്ടം കൂടും. എല്ലാവർക്കും ഉള്ള സ്വഭാവം അല്ലേ? ആർക്കെങ്കിലും മാറ്റം ഉണ്ടാവും? ഒരിക്കൽ ഞെക്കിയിട്ടും ആ ചാനൽ മാറുന്നില്ലെങ്കിൽ ഒരു മുട്ടുമുട്ടലല്ലേ? കൈക്കോ എവിടെയെങ്കിലും ഒരു ജസ്റ്റ് ഒന്ന് കുലുക്കിയിട്ടോ ഒന്ന് മുട്ടിയിട്ടോ അല്ലേ ഉണ്ടാവും. ഞെക്കി നോക്കുക. അതായത് അതിന്റെ ബാറ്ററി കുറഞ്ഞു പോയതായിരിക്കാം, ബാറ്ററി മാറ്റാം എന്ന് ആദ്യം തന്നെ ആരും ചിന്തിക്കാറില്ലല്ലോ. അപ്പൊ ഈ ഡ്രൈ സെല്ലിന്റെ ഒരു അഡ്വാൻറ്റേജ് അല്ലെ ഡ്രൈ സെല്ലിന്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതിന്റെ ചാർജ് ഇങ്ങനെ കുറഞ്ഞു വന്നിട്ടാണ് നിൽക്കുക. മെർക്കുറി സെല്ലിന് ഒരു ഫിക്സഡ് എനർജി. മെർക്കുറി സെല്ല് പൊതുവേ നമുക്ക് മെർക്കുറി സെല്ലിൽ കിട്ടുന്ന ആ ഒരു എനർജി എന്ന് പറയുന്നത് 1.3 വോൾട്ട് ആണ്. 1.3 വോൾട്ട് ആണ്. ഈ 1.3 വോൾട്ട് അതിന്റെ ലൈഫ് ടൈമിൽ അതേപോലെ കിട്ടും. അതുകൊണ്ടാണ് ഈ പ്രിസിഷൻ ആവശ്യമുള്ള വാച്ച്, അതുപോലെ ഹിയറിംഗ് എയ്ഡുകൾ, ഇപ്പൊ ചെവിക്ക് കേൾവി ശക്തിക്ക് ബുദ്ധിമുട്ടുള്ളവര് ചെവിയിൽ വെക്കുന്ന ചെറിയ ഹിയറിംഗ് എയ്ഡുകൾ ഉണ്ടാവും. ആ ഹിയറിംഗ് എയ്ഡിനുള്ളിൽ ഒക്കെ ഉള്ളത് ഈ മെർക്കുറി സെല്ലാണ്. കൂടുതൽ കാലം നിലനിൽക്കും, വലിയ വെയിറ്റ് ഇല്ല, അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉള്ള ഒരു സാധനം.
പക്ഷെ ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്, മെർക്കുറിയാണ്. ആ എന്തായിരുന്നു കേട്ടി പറഞ്ഞോളൂ. ടോർച്ചിലത് ഡ്രൈസ് അല്ല. ടോർച്ചിൽ ഏത് ടോർച്ചാ? അല്ല, ഈ ബാറ്ററിയിൽ ഇതാക്കുന്ന ടോർച്ചില്ലേ? ആ സാധാരണ ചെറിയ ടോർച്ചുകളാണെങ്കിൽ സാധാരണ മുമ്പ് ഉപയോഗിച്ചിരുന്ന ടോർച്ച്, ഇപ്പം നമ്മളെല്ലാം റീചാർജബിൾ ഡിവൈസസ് ആണ് ഉപയോഗിക്കുന്നത്, റീചാർജ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഉപയോഗിക്കുന്നത്. പണ്ട് അല്ലാത്ത ടോർച്ചിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാറ്ററി കുറച്ചുകൂടെ വലിയ സെല്ല് ഉപയോഗിക്കുന്നത് അത് ഡ്രൈ സെല്ല് തന്നെയാണ്. സാധാരണ നമ്മുടെ ക്ലോക്കിൽ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും കുറച്ചുകൂടെ വലിപ്പമുള്ള ഒരു സാധനം കിട്ടും, കുറച്ചുകൂടെ വലുത് ഡ്രൈ സെല്ല് തന്നെയാണ്. മെർക്കുറി സെല്ല് നോൺ റീചാർജബിൾ. മെർക്കുറി സെല്ല് നോൺ റീചാർജബിൾ ആണ്, റീചാർജ് ചെയ്യാൻ പറ്റില്ല, ഉപയോഗശേഷം കളയാം. കുറച്ചാൽ ഉപയോഗിക്കാൻ പിന്നെ അങ്ങ് കളഞ്ഞേക്കാം. അതിന്റെ ഒരു ലൈഫ് ടൈം. സാധാരണ നമ്മളൊരു പുതിയ വാച്ചൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പുതിയ വാച്ചിലൊക്കെ ഇത് കുറെ കാലം നിൽക്കും, 3-4 വർഷം നിൽക്കും. പിന്നീട് നമ്മൾ ഇടക്കിടക്ക് മാറ്റേണ്ടി വരും, 1 വർഷം 1.5 വർഷമൊക്കെ. എന്നാലും 1 വർഷമൊക്കെ നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല മെർക്കുറി സെല്ല്. 1 വർഷം അതിൽ കൂടുതലൊക്കെ നിൽക്കുന്നുണ്ട്. ആ സമയം നമ്മൾ ക്ലോക്കിലെ സെല്ല് അതിന് 2-3 പ്രാവശ്യം മാറ്റിയിട്ടുണ്ടാവും. അപ്പൊ വലിയ ലൈഫ് ഇല്ലാത്തതാണ് ഡ്രൈ സെല്ല്. ഈ ക്ലോക്കിലൊക്കെ ഉള്ളത്, ക്ലോക്കില് ടോർച്ചില് ഇപ്പൊ സാധാരണ നമുക്ക് റീചാർജബിൾ ടോർച്ച് ആയതുകൊണ്ട് ടോർച്ച് ഒരു ഉദാഹരണം പറയാതെ, ഇപ്പോഴും നമുക്ക് വീട്ടിൽ ഉപയോഗിക്കുന്നതിൽ കോമൺ ആയിട്ടുള്ള സാധനം ക്ലോക്കും റിമോട്ടും പറയാൻ കാരണമാണ്. ഈ ടോർച്ച് ഒരു എക്സാമ്പിൾ ആണ്. പണ്ടൊക്കെ റേഡിയോയിൽ ഉപയോഗിച്ചിരുന്ന ഈ സാധനമാണ്. റേഡിയോയിലാകുമ്പോൾ 4ഉം 6ഉം ഒക്കെ ഉണ്ടാവും, ടോർച്ചിലാകുമ്പോൾ 2 മതിയാവും. ക്ലിയർ ആണല്ലോ? മെർക്കുറി സെല്ല് കഴിഞ്ഞാൽ പറയുന്നത് നിക്കൽ കാഡ്മിയം സെല്ലാണ്. നിക്കൽ കാഡ്മിയം സെല്ല് നേരത്തെ സംശയം പറഞ്ഞ പോലെ ഇതൊരു റീചാർജബിൾ സെല്ലാണ്. ഇതിനെ റീചാർജ് ചെയ്യാം. ഇതൊരു റീചാർജബിൾ സെല്ലാണ്, ഇതിനെ റീചാർജ് ചെയ്യാൻ പറ്റും. നിക്കൽ കാഡ്മിയം സെല്ലിനെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും, റീചാർജബിൾ ആണ്. ഇത് സാധാരണയായിട്ടുള്ളത് എമർജൻസി ഡിവൈസുകളിലും, അതായത് റീചാർജ് ചെയ്യുന്ന ടോർച്ചുകൾ, എമർജൻസി ഇത്തരം സാധനങ്ങളാണ് നിക്കൽ കാഡ്മിയം സെല്ലുള്ളത്. എമർജൻസികളിലും അതുപോലെ ടോർച്ചുകളിലും ഒക്കെ. നിലവിൽ ഇതിന്റെ ഉപയോഗം കുറവാണ്, എല്ലാ സാധനങ്ങളിലും ഇല്ല. അത്യാവശ്യം റീചാർജബിൾ ഡിവൈസസിലൊക്കെ ഇപ്പൊ വരുന്നത് വേറൊരു ടൈപ്പ് സെല്ലാണ്, 4ാമത്തെ നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സെല്ല്. ഇപ്പൊ ഞാനും നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇത്തരം ഡിവൈസുകൾ, അതായത് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇപ്പം നിങ്ങൾ മൊബൈൽ ആയാലും ലാപ്ടോപ്പ് ആയാലും ടാബ്ലറ്റ് ആയാലും എന്തായാലും അതിനകത്തൊക്കെ വരുന്ന സെല്ല് അതാണ് അടുത്തത്. ലിഥിയം അയൺ ആണോ സാർ? യെസ്, പെർഫെക്റ്റ് ഹേമന്ത്. ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെല്ലും റീചാർജബിൾ ആണ് എന്ന് പറയാൻ, അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നും നമുക്കില്ല, നമുക്ക് അറിയാം. നമ്മൾ സ്ഥിരം റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ്, റീചാർജബിൾ ആണ്. ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് മൊബൈൽ ഫോണുകള്, മൊബൈല്, ലാപ്ടോപ്പ് അതുപോലുള്ള ഉപകരണങ്ങളിലുള്ള സാധനം. ഞാൻ ഇത് എഴുതുമ്പോൾ ഇതിനോട് എനിക്ക് ടോർച്ച് എഴുതാം, കാരണം അത്യാവശ്യം ഇപ്പൊ വരുന്ന ബ്ലാക്ക് കളറിലുള്ള ടോർച്ച് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കുന്ന റീചാർജബിൾ ടോർച്ചിലൊക്കെ ഉള്ളതും ലിഥിയം അയോൺ സെല്ലുകളാണ്. ചില ചെറിയ എമർജൻസി ലൈറ്റുകൾ, വെയിറ്റ് കുറഞ്ഞ ചെറിയ കുഞ്ഞ് എമർജൻസി ലൈറ്റുകളിലൊക്കെ ഉള്ളത് ലിഥിയം അയോൺ സെല്ല് തന്നെയാണ്, ചെറിയ സാധനമായിരിക്കും. മൊബൈൽ ഫോൺ അതുപോലെ നമ്മുടെ ഈ എന്താണ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ കാണാറുണ്ട്, അതിലൊക്കെ ഉള്ളത് ലിഥിയം അയോൺ സെല്ലാണ്, റീചാർജബിൾ ആണ്, റീചാർജ് ചെയ്ത് ഉപയോഗിക്കാം. ഇതാണ് നമുക്ക് കോമൺ ആയിട്ടുള്ള സെല്ലുകൾ. ഇതിനെ കുറിച്ച് ഈ ഡ്രൈ സെൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മെർക്കുറി സെൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, നിക്കൽ കാഡ്മിയം സെല്ലിനുള്ളിൽ എന്താണുള്ളത്, ഇതൊക്കെ നമുക്ക് വീണ്ടും കൃത്യമായിട്ട് അതിന്റെ ക്രോസ് സെക്ഷൻ അടക്കം പഠിക്കാനുണ്ട്. അത് ആ സമയം പഠിക്കും. അപ്പൊ ഇത് നമ്മൾ മുമ്പ് പഠിച്ചാണ്, അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് ഓർക്കാം. ഓക്കെ, അത് കഴിഞ്ഞാൽ അടുത്ത പോയിന്റ് മെറ്റൽസ്. നമ്മൾ ഈ ഇത് മാറ്റിയിട്ട് ലോഹങ്ങളെ കുറിച്ച്. ലോഹങ്ങൾ എന്ന് പറഞ്ഞൊരു പാഠം നമ്മൾ പല ക്ലാസ്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ട്. അത് 8ാം ക്ലാസ്സിൽ ലോഹങ്ങൾ പഠിച്ചിട്ടുണ്ട്, 10ാം ക്ലാസ്സിൽ ലോഹ നിർമ്മാണം പഠിച്ചിട്ടുണ്ട്. അപ്പോ ലോഹങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ലോഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം മെറ്റൽസ് ആർ, ഞാൻ കുറെ പ്രോപ്പർട്ടീസ് പറയുന്നു, കുറെ സ്വഭാവങ്ങൾ, ലോഹ സ്വഭാവം, ലോഹത്തിന്റെ കുറെ സ്വഭാവം. എന്തിനാണ് ലോഹത്തിന് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത്? കുറെ സ്വഭാവങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തത് ലസ്ട്രസ് ഇൻ നേച്ചർ. ഇതെന്താ ലസ്ട്രസ് എന്ന് പറഞ്ഞാല്? ആരോ ഒന്ന് സഹായിക്കന്നെ. മെറ്റാലിക് ലസ്റ്റർ അല്ലെങ്കിൽ മെറ്റൽസ് ആർ ലസ്ട്രസ്.
എന്താ ഞാൻ അർത്ഥമാക്കുന്നില്ല എന്ന് പറയുമ്പോ തിളക്കം. അഭിഷേക് തിളക്കം ഉണ്ടാവും അല്ലേ? ആ, ഷൈനിങ് ഇൻ നേച്ചർ. ഓക്കെ, യു ആർ റൈറ്റ്. ഷൈനിങ് ഇൻ നേച്ചർ. ഷൈനിങ് ആണ്. ഇറ്റ് ഈസ് ഷൈനിങ് ഇൻ നേച്ചർ. ഷൈനിങ് ഇൻ നേച്ചർ. അതുപോലെ ഷൈനിങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇപ്പൊ ഗോൾഡ് ഓർണമെന്റ്സിൽ ഉപയോഗിക്കുന്നു, സിൽവർ ഓർണമെന്റ്സിൽ ഉപയോഗിക്കുന്നു, ഞാൻ നേരത്തെ ക്രോമിയം പ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്നു. ഇതൊക്കെ ആ തിളക്കം ഉള്ളത് കൊണ്ടാണ്, ലസ്ട്രസ് ആയതുകൊണ്ടാണ്. ഓക്കെ, ഹാർഡ്നെസ്. മെറ്റല് ഹാർഡ് ആയതുകൊണ്ട് ഉപയോഗിക്കുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട്, നല്ല ഉറപ്പുള്ളത് കൊണ്ട്. കത്തി ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ പിക്കാക്സ്, അല്ലെങ്കിൽ മൺവട്ടി, ചുറ്റിക, അത്തരം സാധനങ്ങൾ, പാര, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽസ് ആണ്. കാരണം മെറ്റൽസിന്റെ ഹാർഡ്, ഉറപ്പുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മാലിയബിൾ ആണ്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താക്കി മാറ്റാൻ പറ്റുന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഷീറ്റ് അല്ലേ? ഷീറ്റ്സ് ആക്കാൻ പറ്റും. തിൻ ഷീറ്റ്സ് ആക്കാൻ പറ്റും. പാടൻ പറഞ്ഞത് ക്ലിയർ ആയില്ല, ഒന്നുകൂടെ പറയാമോ നിരഞ്ജന? തിന്നായ വസ്തുക്കളാക്കാൻ പറ്റും. തിന്നായിട്ട് തിൻ ഷീറ്റ്സ് ആക്കി മാറ്റാം. വളരെ നേർത്ത വസ്തുക്കൾ തിൻ ഷീറ്റ് ആക്കാൻ വേണ്ടി പറ്റും. ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ള സാധനം ഗോൾഡ് ആണ്, സ്വർണ്ണമാണ്. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ. 1 ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ ശരിക്കും കൃത്യമായിട്ട് അടിച്ച് പരത്തി കഴിഞ്ഞാൽ ഒരു 6 മുതൽ 7 വരെ സ്ക്വയർ ഫീറ്റ്, 6-7 ചതുരശ്ര അടി വിസ്തീർണത്തിലേക്ക് അതിനെ പരത്താൻ വേണ്ടി പറ്റുന്നതാണ്. 1 ഗ്രാം ആണ്. അടുത്ത പോയിന്റ് പറയുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം പറയാനുള്ളത് ഡക്റ്റിലിറ്റി. ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ നേരിയ വയറാക്കാൻ പറ്റും. ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള സാധനം ഗോൾഡ് ആണ്. 1 ഗ്രാം സ്വർണം വലിച്ചു നീട്ടിയാൽ 2 കിലോമീറ്റർ വരെ നീളത്തിലുള്ള നേർത്ത വയറാക്കി മാറ്റിയിട്ടുണ്ട്. വെറുതെ കൈകൊണ്ട് പിടിച്ചു വലിച്ചാൽ ആവില്ല. അതിന്റെ സ്യൂട്ടബിൾ മെഷീനറി ഉപയോഗിച്ചിട്ട് ഈ രീതിയിൽ, അതായത് 1 ഗ്രാം ഗോൾഡിന് നമ്മൾ 2 കിലോമീറ്റർ വരെ നീളത്തിൽ നീട്ടിയിട്ടുണ്ട്. അത്രയും ഡക്റ്റൈൽ ആയ സാധനം. ഓക്കെ, പിന്നെ സൊണോറിറ്റി, ശബ്ദം ഉണ്ടാക്കും. When hit with a hard object, it will be making ringing sound. ഞാൻ വീണ്ടും അത് പറഞ്ഞുതരാം. പിന്നെ 6ാമത്തെ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി. കറണ്ട് കടത്തിവിടും, അതുപോലെ താപവും കടത്തിവിടും. ഇതുകൊണ്ടാണ് നമ്മൾ മെറ്റൽസ്, പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ മിക്കവാറും ലോഹങ്ങളും ഉണ്ടാക്കിയിട്ടാണ്. അലൂമിനിയം, സ്റ്റീല്, അതുപോലത്തെ സാധനങ്ങളാണ്. അതുപോലെ കറണ്ട് കടത്തിവിടാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചെമ്പ്, അലൂമിനിയം ഒക്കെയാണ്. വീട്ടിനകത്താണെങ്കിൽ ചെമ്പ്, പുറത്ത് KSEB ആണെങ്കിൽ അലൂമിനിയം ആണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിന്റെ ഓരോ ലസ്ട്രസ്, ഷൈനിങ് ഇൻ നേച്ചർ നമ്മൾ പറഞ്ഞതാണ്. ഒന്നുകൂടെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. ലസ്ട്രസ്, ഷൈനിങ് ഇൻ നേച്ചർ. ഡക്റ്റൈൽ, ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്, വളരെ നേർത്ത വയറാക്കി മാറ്റാൻ വേണ്ടി പറ്റും. മാലിയബിൾ, ക്യാൻ ബി ബീറ്റൺ ഇൻ ടു തിൻ ഷീറ്റ്സ്, നേർത്ത ഷീറ്റ് ആക്കാം. സൊണോറസ് എന്ന് പറഞ്ഞത് ഇതാണ്. ഇങ്ങനെ ഒരു സാധനം വീണ് കഴിഞ്ഞാൽ, ഇതിപ്പോ ഒരു കോയിനാ മറ്റും വീഴുന്നാന്ന് വിചാരിക്കുക, ഇങ്ങനെ വീഴുമ്പോൾ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ. സൊണോറസ് റിംഗിങ് സൗണ്ട് വെൻ ഹിറ്റ് വിത്ത് ഹാർഡ് ഒബ്ജക്ട്സ്. ഒരു കോയിൻ എടുത്ത് നിലത്തേക്ക് ഇട്ടാൽ ആ ശബ്ദം. ഒരു കോയിൻ എടുത്ത് നിലത്തിടുന്നു, അതേ വലിപ്പമുള്ള ഒരു പ്ലാസ്റ്റിക്കിന്റെ, ഒരു മരത്തിന്റെ പീസ് എടുത്ത് നിലത്തേക്ക് ഇടുന്നു. ഒരേ ശബ്ദമാണോ കേൾക്കുക? Can produce sound. വിസ്മയ എന്നൂടെ പറയോ? Can produce sound. റിംഗിങ് സൗണ്ട് ആണ്, മുഴക്കമുള്ള ശബ്ദം. മുഴക്കമുള്ള ബെല്ല്. അമ്പലങ്ങളിലും അതുപോലെ ഇപ്പൊ സ്കൂളിൽ തന്നെ ആയാലും ഉള്ള ബെല്ല്, അതുപോലെ സ്കൂളിൽ അടിക്കുന്ന ആ എന്ന് പറഞ്ഞ ശബ്ദമുള്ള ഇലക്ട്രിക് ബെല്ലിന്റെ ആ ഒരു ഇത്, അതിന്റെ ഒരു പ്ലേറ്റ്, അത് സ്റ്റീൽ കൊണ്ടുള്ള പ്ലേറ്റ് കാണാം. അവിടെ ആ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് മാറ്റി ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം വെച്ചാലോ, അതും ശബ്ദം ഉണ്ടാക്കും. പക്ഷെ ആ ശബ്ദത്തിന് ആ ഒരു കേൾക്കാൻ സുഖം ഉണ്ടാവില്ല. ഒരു ഭയങ്കര വല്ലാത്ത ശബ്ദമായിരിക്കും. നിങ്ങൾ ഒരു ഡെസ്കിൽ കൈകൊണ്ട് അടിക്കുന്നതും അതേപോലെ ഒരു മെറ്റൽ ഒബ്ജക്റ്റിൽ അടിക്കുന്നതും, മെറ്റൽ ഒബ്ജക്റ്റിൽ അടിക്കുമ്പോൾ ഒരു റിംഗിങ് സൗണ്ട് ആണ്, കുറച്ചുകൂടെ ലാസ്റ്റിംഗ് ആയ സൗണ്ട് ആണ്, കേൾക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത ശബ്ദമാണ് റിംഗിങ് സൗണ്ട്, സൊണോറിറ്റി.
അതുകൊണ്ടാണ് ഇത് ബെല്ലായിട്ട്, സാധാരണ അമ്പലത്തിലൊക്കെ ഉള്ള മണി, അമ്പലത്തിലും പള്ളിയിലൊക്കെ ഉള്ള മണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബെല്ലാണ്. ബെൽ മെറ്റൽ എന്ന് പറഞ്ഞൊരു കൂട്ട് തന്നെയുണ്ട്. അത് അലോയ്സ് ആണ്. നമ്മൾ വീണ്ടും മെറ്റൽസിൽ വരും. ഹീറ്റ് കണ്ടക്ടർ, താപം കടന്നു പോകാൻ അനുവദിക്കും. ഇലക്ട്രിക്കൽ കണ്ടക്ടർ, ഇലക്ട്രിസിറ്റി കടന്നു പോകാൻ അനുവദിക്കും. മെറ്റൽസ് ഇൻ നേച്ചർ എന്ന് ഞാൻ പറയുന്നത് പ്രകൃതിയിൽ ലോഹങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്നാണ്. എങ്ങനെയാണ് കാണാൻ പറ്റുക? ഒന്ന് മിനറൽ ആയിട്ടാണ്. മിനറൽസ്, നമ്മൾ ധാതുക്കൾ എന്ന് പറഞ്ഞ സാധനം, കോമ്പൗണ്ട് ഓഫ് എ മെറ്റൽ ഒബ്റ്റെയിൻ ഫ്രം ദ അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്നല്ല, നേച്ചർ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അറ്റ്മോസ്ഫിയറിൽ നിന്നും കിട്ടും ചിലതൊക്കെ. പിന്നെ അതുപോലെ ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന സാധനങ്ങൾ, മൈൻ ഫ്രം എർത്ത്, ഫ്രം ദ അറ്റ്മോസ്ഫിയർ, ഫ്രം ദ സറൗണ്ടിങ്സ് കിട്ടും. ഒരു മെറ്റലിന്റെ കോമ്പൗണ്ട്, അതിനെയാണ് മിനറൽ എന്ന് പറയാം. ഇനി ഓർ ഉണ്ട്. ഓർ ഈസ് എ മിനറൽ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ എക്സ്ട്രാക്ഷൻ ഓഫ് ദ മെറ്റൽ. വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു ലോഹത്തെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു മിനറലാണ് ഓർ. നമുക്ക് അതിനൊരു ക്ലോസ് ഉണ്ട്. ഓൾ ഓർസ് ആർ മിനറൽസ് ബട്ട് ഓൾ മിനറൽസ് ആർ നോട്ട് ഓർസ്. എല്ലാ ധാതു, അയിര്, രണ്ട് വാക്കുകൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ അയിരുകളും ധാതുക്കളാണ്, പക്ഷെ എല്ലാ ധാതുക്കളും എന്തല്ല, അയിരുകളല്ല. ഉദാഹരണം നോക്കുമ്പോ ബോക്സൈറ്റ്, 3 ഞാൻ എഴുതിയിട്ടുണ്ട്. ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കയോലിനൈറ്റ്. ഇത് 3 അലൂമിനിയത്തിന്റെ ധാതുക്കളാണ്, മിനറൽസ് ആണ്. ബോക്സൈറ്റ് ഒരു ധാതുവാണ്, ക്രയോലൈറ്റ് ഒരു ധാതുവാണ്, കയോലിനൈറ്റ് ഒരു ധാതുവാണ്. പക്ഷേ ഇതിൽ ഏതാണ് ബോക്സൈറ്റിന്റെ ഓർ അല്ലെങ്കിൽ ബോക്സൈറ്റിന്റെ അയിര് ഏതാ? സോറി, അലൂമിനിയത്തിന്റെ അയിര് ഏതാ? ബോക്സൈറ്റ്. എല്ലായ്പ്പോഴും നമുക്ക് പറ്റുന്നത് തെറ്റാണ്. നമ്മൾ ഏത് ഉത്തരമാണോ, നിങ്ങൾ ഉത്തരം മനസ്സിൽ ആദ്യം കണ്ടിട്ടാണ് ചോദ്യം ചോദിക്കാൻ പോകുക. അപ്പൊ ഉത്തരം തന്നെ പറഞ്ഞു. ഓക്കെ, അപ്പോ അലൂമിനിയത്തിന്റെ അയിര് ബോക്സൈറ്റ് ആണ്. ഇനി ക്രയോലൈറ്റും കയോലിനൈറ്റും ഒക്കെ ഉണ്ട്. കയോലിനൈറ്റ് നമ്മുടെ ഒരുതരം കളിമണ്ണാണ്. ക്രയോലൈറ്റ് ഒക്കെ കളിമണ്ണിന്റെ രൂപത്തിൽ വരുന്ന, കേട്ടില്ല? ക്ലേ ആണ്. കയോലിനൈറ്റ് ആയാലും ക്രയോലൈറ്റിൽ ഒരുതരം ക്ലേ ആണ്. കളിമണ്ണ് തന്നെ, കളിമണ്ണിന്റെ പല രൂപങ്ങളാണ്. ഈ ക്രയോലൈറ്റിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിലവിലുണ്ടായിരുന്നത്. ക്രയോലൈറ്റ് എന്ന് പറയുന്നത് Na3Al(F6) ആണ്. അതായത് സോഡിയം, അലൂമിനിയവും സോഡിയം കൂടി ചേർന്നിട്ടുള്ളൊരു വസ്തുവാണ്. അതിൽ നിന്നും അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. അതായത് ക്രയോലൈറ്റ് എന്ന് പറയുന്നത് Na3Al(F6) ആണ് ക്രയോലൈറ്റ്. ഇതിൽ നിന്ന് അലൂമിനിയം വേർതിരിച്ചെടുക്കുന്ന ഒരു രീതിയാണ് നിലവിലുണ്ടായിരുന്നത്. ചരിത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പറയുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ട്, നെപ്പോളിയൻ ചക്രവർത്തിയുടെ ഒക്കെ അദ്ദേഹം സ്ഥിരമായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് സ്വർണ്ണ പ്ലേറ്റിൽ നിന്നും. ആരെങ്കിലും വലിയ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് അലൂമിനിയം പാത്രം, പ്രത്യേകിച്ച് അലമാരയിൽ നിന്ന് അലൂമിനിയം പാത്രത്തിൽ നിരത്തി വെച്ച് അതിൽ ഭക്ഷണം കൊടുത്തിരുന്നു എന്നാണ് പറയുന്നത്. അലൂമിനിയത്തിന്റെ വില സ്വർണത്തെക്കാൾ കൂടുതലായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഊഹിക്കാം, 1 കിലോ അലൂമിനിയം നിങ്ങൾക്ക് 300 രൂപ കിട്ടും, 1 ഗ്രാം സ്വർണത്തിന് 3000 മുകളിൽ കിട്ടും. ആ വ്യത്യാസം ഇപ്പോഴുണ്ട്. കാരണം അലൂമിനിയം അത്രയും ചീപ്പായി നമ്മൾ ഒരു പുതിയ രീതി കണ്ടുപിടിച്ചു. അപ്പൊ ഇതാണ് ഈ മിനറലും, അതായത് ധാതുക്കളും അയിരുകളും തമ്മിലുള്ള വ്യത്യാസം. കെമിസ്ട്രിയിൽ ഇങ്ങനെ കുറെ ഇൻട്രസ്റ്റിംഗ് ആയ കുറെ സംഭവങ്ങളുണ്ട്. നമ്മൾ ചില കാലത്ത് ഉപയോഗിച്ചിരുന്ന, ചില കാലത്ത് അന്വേഷിച്ചു നടന്ന സാധനങ്ങളൊക്കെ പിന്നീട് കണ്ടെത്തുമ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അതുപോലെ നമ്മൾ എടുത്തു കളഞ്ഞ സാധനത്തിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് പിന്നീട് വന്നിട്ടുണ്ട്. ശാസ്ത്രം എപ്പോഴും അങ്ങനെയാണ്, മാറിക്കൊണ്ടേയിരിക്കും. ബോക്സൈറ്റ് ആണ് അലൂമിനിയത്തിന്റെ അയിര്. അപ്പൊ ബോക്സൈറ്റും ക്രയോലൈറ്റും കയോലിനൈറ്റും ഒക്കെ ധാതുക്കളാണ്. അയിര് എന്ന് പറയുന്നത് ബോക്സൈറ്റ് ആണ്. ഇനി എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്, ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ ലോഹ നിർമ്മാണം. ലോഹം ഇതിൽ നിന്ന് നിർമ്മിച്ചെടുക്കാൻ നമുക്ക് മെറ്റലർജി എന്ന് പറഞ്ഞൊരു പാഠം പ്ലസ് സെക്കൻഡ് ഇയറിൽ പഠിക്കാനുണ്ട്. മെറ്റലർജി, ലോഹ നിർമ്മാണം. എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള, 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സാധനം അതേപോലെ, അതിന്റെ കുറച്ചുകൂടെ ഡീപ്പായിട്ട്, ഒരുപക്ഷെ 10ാം ക്ലാസ്സിൽ പഠിച്ചത് അതേപോലെയാണുള്ളത്. അപ്പൊ ഇത് 8ാം ക്ലാസ്സിൽ ലോഹങ്ങളുടെ സ്വഭാവം പഠിച്ചിട്ടുണ്ട്, ലോഹ നിർമ്മാണം 10ൽ പഠിച്ചിട്ടുണ്ട്. അത് അതേപോലെ നമ്മൾ +2ൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ പഠിച്ച സാധനങ്ങളൊക്കെ ഓർമ്മയുണ്ടെങ്കിൽ ഇപ്പോൾ എളുപ്പത്തിൽ പോവാം. ഒരു പാഠത്തിൽ നിന്ന് ചോദിക്കുന്ന ഒരു 3-4 മാർക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എളുപ്പത്തിൽ പോക്കറ്റിലായി. അത് ഈസി ആയിട്ടുള്ള ഒരു പാഠമാണ്, വളരെ എളുപ്പമാണ്. സ്റ്റെപ്പ് നോക്കുമ്പോൾ ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് ഓർ, അയിരിന്റെ സാന്ദ്രീകരണം എന്ന് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. അയിരിന്റെ സാന്ദ്രീകരണം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർഷൻ ടു ഓക്സൈഡ്, ഓക്സൈഡിലേക്ക് മാറ്റുക, ഓക്സൈഡ് ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ്.
മൂന്നാമത്തെ നമുക്ക് അറിയുന്ന പോലെ റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്, ഓക്സൈഡിന്റെ നിരോക്സീകരണം. അതായത് ഏതെങ്കിലും ലോഹത്തിന്റെ ഓക്സൈഡ് നിരോക്സീകരിച്ചിട്ടാണ് നമുക്ക് ലോഹം കിട്ടുന്നത്. അത് ഇരുമ്പായിക്കോട്ടെ, സിങ്ക് ആയിക്കോട്ടെ, മഗ്നീഷ്യം പോലുള്ള സാധനങ്ങളായിക്കോട്ടെ, ഇനിയല്ല അലൂമിനിയം ആയിക്കോട്ടെ, ഓക്സൈഡിനെ നിരോക്സീകരിച്ചിട്ടാണ് ലോഹം കിട്ടുന്നത്. ഇനി ഓരോ സ്റ്റെപ്പ് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ഓർ എങ്ങനെയാണ് ചെയ്യുന്നത്? കോൺസെൻട്രേഷൻ ഓഫ് ഓറിൽ ഒന്ന് ഗ്യാങ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഈ ഗ്യാങ് ഏതർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയാലും ഒരു സ്ഥലത്ത് ഉണ്ടെങ്കിൽ മോശമാണ് കേട്ടോ. GAN-GU എന്ന് പറഞ്ഞ ഇമ്പ്യൂരിറ്റീസ് ആണ്. അത് നമ്മൾ കുഴിച്ചെടുക്കുമ്പോൾ വരുന്ന മണ്ണും പൊടിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഗ്യാങ് എന്ന് പറയുന്നത്. നമുക്കിടയിൽ ഒരു ഗ്യാങ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ഗുണത്തെക്കാളേറെ ചില സമയത്ത് ദോഷം ചെയ്യും. അപ്പൊ അത്തരം ഗ്യാങ്ങുകളൊന്നും ഇല്ലാതിരിക്കുക. എല്ലാവരും ഒരുമിച്ച് വളരെ വലിയൊരു ഗ്യാങ് ആയിട്ട് പോവാ, കുഞ്ഞു കുഞ്ഞു ഗ്യാങ് അല്ല. അപ്പൊ ഈ ഗ്യാങ് ഇമ്പ്യൂരിറ്റീനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. നമുക്ക് പരമാവധി ഗ്യാങ്ങിനെ ഒഴിവാക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് പറയാ, കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ സാന്ദ്രീകരണം എന്ന് പറയാം. 100% ഒഴിവാക്കാൻ പറ്റില്ല ഒരു രീതിയിലും. അത് പല ഘട്ടങ്ങളിലൂടെയാണ് 100% ഒഴിവാക്കുന്നത്. പക്ഷെ പരമാവധി ഒഴിവാക്കുന്ന രീതിയാണ് കോൺസെൻട്രേഷൻ. ഹൗ ആർ ദേ കോൺസെൻട്രേറ്റ്? ഇനി കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന സാന്ദ്രീകരണത്തിന്റെ രീതി തീരുമാനിക്കുന്നത് ഈ ഗ്യാങ്ങിന്റെ സ്വഭാവവും അതേപോലെ ഇതിലുള്ള അയിരിന്റെ സ്വഭാവമാണ്. എന്താണോ ഈ അപദ്രവ്യങ്ങൾ അല്ലെങ്കിൽ ഗ്യാങ്ങിന്റെ സ്വഭാവം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ അയിരിന്റെ സ്വഭാവം, ഈ രണ്ടിന്റെ സ്വഭാവം നോക്കിയിട്ടാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക. കഴിഞ്ഞ സെഷൻ എടുത്തപ്പോ മിശ്രിതങ്ങൾ വേർതിരിക്കാൻ പഠിച്ചു. അവിടെ മിശ്രിതങ്ങൾ വേർതിരിക്കാൻ ഡിസ്റ്റിലേഷൻ, സ്വേദനം, അംശിക സ്വേദനം, സെപ്പറേറ്റിംഗ് ഫണൽ ഉപയോഗിക്കുക. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ രണ്ടിൽ ഏതെങ്കിലും ഒന്നിന്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ രീതി നിർണ്ണയിക്കുകയാണ്. ഇവിടെ അതേപോലെ തന്നെയാണ്. ഡിപ്പെൻഡ്സ് ഓൺ പ്രോപ്പർട്ടി ഓഫ് എയ്തർ ദ ഓർ ഓർ ദ ഗ്യാങ്. ഒന്നുകില് അയിരിന്റെ സ്വഭാവം അല്ലെങ്കിൽ ഗ്യാങ്ങിന്റെ സ്വഭാവം. ഏതെങ്കിലും ഒന്നിന്റെ സ്വഭാവത്തിനനുസരിച്ച് നമുക്ക് രീതികൾ മാറ്റാം. ഇനി ഓരോ രീതിയായിട്ട് പഠിച്ചതാണ്. ലെവിഗേഷൻ, ഹൈഡ്രോളിക് വാഷിംഗ്, ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ പഠിച്ചിട്ടുണ്ട്. പൊടിച്ച അയിര് ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇടുക. അപ്പൊ വെയിറ്റ് കുറഞ്ഞ, ഭാരം കുറഞ്ഞ, സാന്ദ്രത കുറഞ്ഞ വസ്തുക്കളൊക്കെ വെള്ളത്തിലേക്കൂടെ കഴുകി അങ്ങ് ഒലിച്ചു പോകും. ഭാരം കൂടിയ അയിര് അവിടെ കിടക്കും. നമുക്ക് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ലെവിഗേഷൻ ഓർമ്മയുണ്ടല്ലോ? ഇനിയെ ലെവിഗേഷൻ കഴിഞ്ഞാല് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറയുന്നത് പ്ലവന തത്വം എന്നൊക്കെയാണ്. അത് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിലും. ലൈറ്റർ ഓർസ് ആർ കളക്റ്റഡ്. അതൊരു ഓയിൽ ഉപയോഗിച്ചുകൊണ്ട്. നമുക്കിപ്പം ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് ശരിക്കും സ്ഥിരമായിട്ട് ഓർമ്മ വരുന്ന മയോണൈസ് എന്നൊക്കെ പറയുന്ന സാധനം, അതിന്റെ ഒക്കെ രീതിയാണ്. അതൊക്കെ ഉണ്ടാക്കുന്ന രീതി കെമിസ്ട്രി അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ മയോണൈസ് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതും ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷന്റെ കൺസെപ്റ്റ് ഒക്കെ ഏകദേശം ഒരുപോലെയാണ്. ഈ ഫ്രോത്ത് ഫ്ലോട്ടേഷനെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. സംഭവം എളുപ്പമാണ്. ഇത് കണ്ടുപിടിച്ചത് ഒരു ലേഡി സയന്റിസ്റ്റ് ആണ് ഈ ഒരു രീതി കൊണ്ടുവന്നത്. അപ്പൊ അവർക്കത് പറഞ്ഞു കൊടുത്തത് ഒരു വാഷർ വുമൺ ആണ്, ഒരു അലക്കുകാരിയാണെന്ന് പറയുന്നത്. അപ്പൊ അവരവിടെ ഈ സയന്റിസ്റ്റ് അവരുടെ ഡ്രസ്സ് അലക്കാൻ വേണ്ടി അലക്കാരിയുടെ അടുത്ത് പോകുമ്പോൾ അവർക്കുള്ള ഒരു സങ്കടം എന്ന് പറയുന്നത്, ഈ അലക്കാരിക്കുള്ള സങ്കടം എന്ന് പറയുന്നത്, ഈ മൈനേഴ്സ്, അതായത് ഈ ഖനികളിൽ പണിയെടുക്കുന്നവരെ അവരെ കുപ്പായം അലക്കാൻ കൊണ്ടു കൊടുത്താല് അത് വൃത്തിയാക്കാൻ പറ്റുന്നില്ല. കാരണം അത് സോപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് അലക്കിയിട്ട് ഈ തുണി പൊക്കുന്ന സമയത്ത് ഈ പൊടിയൊക്കെ വീണ്ടും തുണി തന്നെ പറ്റിപ്പിടിക്കും. അതായത് ഈ സോപ്പിൽ വെള്ളത്തിൽ കലർന്നത് ഈ മുകളിൽ പൊങ്ങി കിടക്കും. എന്നിട്ട് തുണി അവര് പൊക്കിയെടുക്കുന്ന സമയത്ത് ഈ വേസ്റ്റ് മുഴുവൻ എന്ത് ചെയ്യും, അതിൽ തന്നെ ഒട്ടിപ്പിടിക്കും. വലിയ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് അവര് ചോദിച്ചു അപ്പൊ എന്താ ചെയ്യുന്നത്? അത് ഞാൻ മുക്കി വെച്ചതിന് ശേഷം ഈ മുകളിലെ പൊടിയൊക്കെ വാരി കളഞ്ഞിട്ട് ആ മുകളിലത്തെ പൊങ്ങിയ പത മുഴുവൻ കോരി കളഞ്ഞിട്ടാണ് തുണി അടിയിൽ നിന്ന് പൊക്കിയെടുക്കുന്നത്. അന്നേരമാണ് ഇവർ ആലോചിക്കുന്നത്, ഇങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ, നമുക്ക് ഇതിനകത്ത് ഇത് വേർതിരിച്ചെടുക്കാൻ ഇതേപോലെ ചെയ്താൽ പോരെ. എന്നിട്ട് അവര് പിന്നെ അതിനകത്ത് കുറെ സാധനങ്ങളൊക്കെ ചേർത്ത്, കുറെ ഓയിൽ ചേർത്ത്, കുറെ സ്റ്റെബിലൈസർ ചേർത്ത്, ഡിപ്രസന്റ് ചേർത്ത്, അങ്ങനെ കുറെ സാധനങ്ങൾ ചേർത്തിട്ട് അതൊരു രീതിയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഒരാളുടെ ഒബ്സർവേഷൻ ആണ്, ഒരാൾ കണ്ട് മനസ്സിലാക്കിയ രീതി മറ്റൊരാളുടെ പറയുന്നു, അയാളുടെ ചിന്ത വേറെ രീതിയിലാണ്, അങ്ങനെ ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ഒരു രീതി കണ്ടുപിടിച്ചത്. ആ കഥയും കൃത്യമായിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കിൽ, +2 ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് രണ്ട് രീതിയായി. മൂന്നാമത്തെ രീതി പറയുന്നത് മാഗ്നറ്റിക് സെപ്പറേഷൻ ആണ്, കാന്തിക വിഭജനം.
ഒന്ന് കാന്തിക വസ്തുവും മറ്റൊന്ന് കാന്തം ആകർഷിക്കാത്ത വസ്തുവാണെങ്കിൽ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ അയിര് അല്ലെങ്കിൽ അപദ്രവ്യം, ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവം ഉണ്ടായാൽ മതി. അപ്പൊ കാന്തിക സ്വഭാവം ഉള്ളതും ഇല്ലാത്തതും എന്നിങ്ങനെ രണ്ടായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇരുമ്പിന്റെ അയിരുകളൊക്കെ എങ്ങനെയാണ്? ഇരുമ്പിന്റെ അയിരുകൾ മിക്കവാറും കാന്തിക സ്വഭാവമുള്ളതാണ്. ഒരു കാന്തം ഉപയോഗിച്ചുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാം. അത് ഓർമ്മയുണ്ടല്ലോ, ഒരു ബെൽറ്റിന്റെ മുകളിൽ കൂടി ഇങ്ങനെ കറങ്ങുന്നതായിട്ടും ബെൽറ്റിന്റെ മുകളിൽ നിന്ന് കാന്തിക വസ്തു ബെൽറ്റിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, അതിപ്പുറത്ത് വന്ന് വീഴുന്നു, കാന്തിക അല്ലാതെ തെറിച്ചു പോകും. നിങ്ങളുടെ ഫിസിക്സിലുള്ള ചലന ജഡത്വം അനുസരിച്ച് എന്താണ് ഇനേഴ്ഷ്യ അനുസരിച്ച് തെറിച്ചു പോകുന്നൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ലീച്ചിങ് കെമിസ്ട്രി അനുസരിച്ചില്ല. ഇത് ഈ പറഞ്ഞതൊക്കെ ഗ്രാവിറ്റി സെപ്പറേഷൻ, ഫിസിക്സിന്റെ രീതികൾ, ഭൗതികമായ ഗുണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ മൂന്നും, ലെവിഗേഷൻ ആയാലും ഫ്ലോട്ടേഷൻ ആയാലും മാഗ്നറ്റിക് സെപ്പറേഷൻ ആയാലും പ്രവർത്തിക്കുന്നത് അതിന്റെ ഭൗതിക ഗുണങ്ങളാണ്. രാസപരമായ ഗുണം അനുസരിച്ചിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, സാന്ദ്രീകരിക്കുന്ന ഒരേ ഒരു രീതി ലീച്ചിങ് ആണ്. ലീച്ചിങ്ങിലാണ് അത് ചെയ്യുന്നത്. ലീച്ചിങ് വഴി സെപ്പറേറ്റ്. അപ്പൊ അത് സാധാരണ ഇപ്പൊ അലൂമിനിയം ആണെങ്കിൽ അലൂമിനിയത്തിന്റെ അയിരായിട്ടുള്ള ബോക്സൈറ്റ് കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ലായനിയിൽ തിളപ്പിച്ചിട്ട് ഡൈജസ്റ്റഡ് എന്നാണ് പറയാ, തിളപ്പിക്കുകയാണ് ചെയ്യുക. കോൺസെൻട്രേറ്റഡ് സോഡിയം ഹൈഡ്രോക്സൈഡ് ചേർത്ത് തിളപ്പിച്ചിട്ടാണ് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുക ബോക്സൈറ്റിൽ നിന്ന് അലൂമിനിയത്തെ. ആ ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഒഴിവാക്കുന്ന രീതി നമ്മള് 10ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. പറഞ്ഞോ. ഹൈഡ്രോളിക് വാഷിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ബോക്സൈറ്റ് അല്ലേ? ഹൈഡ്രോളിക് വാഷിങ്ങിന്റെ എക്സാമ്പിൾ ആയിട്ട് ബോക്സൈറ്റ് പഠിക്കാം. അതൊരു ബേസിക് സംഭവമാണ്. പക്ഷെ ബോക്സൈറ്റ് കൂടുതൽ. അല്ലെങ്കിൽ നമ്മൾ ഹൈഡ്രോളിക് വാഷിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇരുമ്പിന്റെ അയിരുകളാണ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ് പോലുള്ള സാധനങ്ങൾ, ഇരുമ്പയിര്. ഫ്ലോട്ടേഷന്റെ സൾഫൈഡ് ഏത് സൾഫൈഡ് ഓറുകൾ? സൾഫൈഡ് ഭാരം കുറവായിരിക്കണം. സൾഫൈഡ് ഓറിന് പൊതുവെ ഭാരം കുറവാണ്. അതിപ്പം സിങ്ക് സൾഫൈഡ്, ലെഡ് സൾഫൈഡ് പോലുള്ള സൾഫൈഡ് ഓറുകളെയാണ് ഫ്ലോട്ടേഷൻ ചെയ്യുന്നത്. അപ്പോ ബോക്സൈറ്റ് ആണെങ്കിൽ ബോക്സൈറ്റ് ലീച്ച് ചെയ്യുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ചിട്ടാണ് ലീച്ച് ചെയ്യുക. സോഡിയം ഹൈഡ്രോക്സൈഡ് വെച്ച് തിളപ്പിക്കുമ്പോൾ ബോക്സൈറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡിൽ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യാത്ത ഇമ്പ്യൂരിറ്റീസിനൊക്കെ അപ്പൊ തന്നെ അരിച്ചിട്ടൊന്നും കളയും. ആ ലായനിയില് ആ ലിക്വിഡിലേക്ക് മാറിയതിനെ നമ്മൾ പ്രിസിപ്പിറ്റേറ്റ് ചെയ്തെടുക്കും. അതിൽ നിന്ന് അതിനെ വീണ്ടും ചൂടാക്കും. കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ കൺവേർഷൻ ടു ഓക്സൈഡ് ആണ്. കൺവേർഷൻ ടു ഓക്സൈഡിൽ 2 രീതിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പേരാർക്കും ഓർമ്മയുണ്ടോ? ഓക്സൈഡ് ആക്കി മാറ്റുന്ന രീതിയിലെ ഒരു പേര്, ഒരു സ്റ്റെപ്പ്, ഏതെങ്കിലും ഒരു സ്റ്റെപ്പ്. 2 സ്റ്റെപ്പാണുള്ളത് ഓക്സൈഡ് ആക്കി മാറ്റാൻ. ഒന്നാമത്തെ ഞാൻ പറയാം, കാൽസിനേഷൻ. അയിരിനെ വായു ഇല്ലാതെ ചൂടാക്കുക. വായുവിന്റെ അസാന്നിധ്യത്തിൽ, വായു ഇല്ലാത്ത സമയത്ത് വെച്ച് ചൂടാക്കുമ്പോ വോളറ്റൈൽ ഇമ്പ്യൂരിറ്റീസ്, പെട്ടെന്ന് ആവിയായി പോകുന്ന അപദ്രവ്യങ്ങളൊക്കെ ആവിയായിട്ട് അങ്ങോട്ട് പോയി നമുക്ക് വേണ്ട സാധനം മാത്രം കിട്ടും. ഉദാഹരണം ഇതാ, കാൽഷ്യം കാർബണേറ്റ് ചൂടാവുന്ന സമയത്ത് CaCO3 on heating gives CaO plus CO2. കാൽഷ്യം കാർബണേറ്റിനെ ചൂടാക്കുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ഒരു വോളറ്റൈൽ ഇമ്പ്യൂരിറ്റി, ആവിയായി പോകുന്ന ഒരു വസ്തുവാണ്. കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങ് ആവിയായി പോകും, നമുക്ക് പ്യൂർ ആയിട്ടുള്ള സാധനം കിട്ടും. കാൽഷ്യം ഓക്സൈഡ് കിട്ടി. ഈ കാൽഷ്യം ഓക്സൈഡ് ആണ്. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സെക്ഷനിലേക്ക്, അതായത് ഇതിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള സെക്ഷനിലേക്ക് വിടാം. കാൽസിനേഷൻ. ഇനി ചില സാധനങ്ങൾ നമുക്ക് റോസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. റോസ്റ്റിംഗ്, ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ്, ഹീറ്റിംഗ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ്, അവിടെ ഒരു കുറവുണ്ട്. ഹീറ്റിംഗ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ്, ഹീറ്റിംഗ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ടു റിമൂവ് ഇമ്പ്യൂരിറ്റീസ്. പ്രസൻസ് ഓഫ് എയറിന് വായുവിന്റെ സാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. സൾഫൈഡ് ഓറുകളെയാണ് പൊതുവെ ഇങ്ങനെ ചെയ്യുന്നത്. സൾഫൈഡ് ഓറുകളെ ഇങ്ങനെ ഹീറ്റ് ചെയ്തതെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും. എക്സാമ്പിൾ സൾഫൈഡ് ഓറുകളാണ്. സൾഫൈഡ് ഓർസ് ആർ ഹീറ്റഡ്. സൾഫൈഡ് ഓറിനെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് സൾഫർ ഡൈ ഓക്സൈഡ്, ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, Cu2S ഓക്സിജനത്തിൽ ഹീറ്റ് ചെയ്തു. കോപ്പർ ഓക്സൈഡും സൾഫർ ഡൈ ഓക്സൈഡും കിട്ടി. ഈ സൾഫർ ഡൈ ഓക്സൈഡ് കളയുന്നില്ല കേട്ടോ. സൾഫർ ഡൈ ഓക്സൈഡ്
പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനമാണ് ഇത്. ആസിഡ് റെയിൻ അഥവാ അമ്ല മഴക്ക് കാരണമാവും. ഇത് നമ്മൾ പിടിച്ചെടുത്തിട്ട് വേറൊരു സാധനത്തിൽ ഉപയോഗിക്കും. ഈ സൾഫർ ഡൈ ഓക്സൈഡിനെ കൊണ്ട് എന്താ ഉപയോഗമുള്ളത്? ഓർമ്മയുണ്ടാക്കുമെങ്കിലും. സൾഫർ ഡൈ ഓക്സൈഡ് എടുത്തു വെച്ചാൽ എന്തിനു ഉപയോഗിക്കാം? എന്തോ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ആരാണ് രാസവസ്തുക്കളുടെ രാജാവ്? കിങ് ഓഫ് കെമിക്കൽസ്? സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് നിർമ്മാണത്തിൽ കോണ്ടാക്ട് പ്രക്രിയ വഴി, സമ്പർക്ക പ്രക്രിയ വഴി സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം. ഇതിനെ പുറത്തോട്ട് വിടാൻ വിടൂല. ഇത് പുറത്തോട്ട് വിട്ട് കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയോ? ഇത് മഴ പെയ്യുമ്പോൾ എല്ലാം കൂടെ ആസിഡായിട്ട് താഴോട്ട് വീഴും, നമ്മൾ ബുദ്ധിമുട്ടിപ്പോകും. സൾഫർ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തു പോകാൻ വിടാറില്ല, എടുത്ത് സൂക്ഷിച്ചു വെക്കും, എന്നിട്ട് അടുത്ത ഘട്ടത്തിൽ ഉപയോഗിക്കുകയാണ് ചെയ്യുക. കെമിസ്ട്രി എല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആണ്, ഒന്നല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കും. അപ്പൊ എക്സ്ട്രാ നമ്മൾ ഒന്നുകിൽ കാൽസിനേഷൻ അല്ലെങ്കിൽ റോസ്റ്റിംഗ് വഴി ഈ സാധനങ്ങളെ ഒക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓക്സൈഡ് മാത്രമാക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഓക്സൈഡ് മാത്രമാക്കി വെക്കുന്നത് കഴിഞ്ഞാൽ ഓക്സൈഡിൽ നിന്ന് അതിനെ മാറ്റി മെറ്റലാക്കാനാണ് എളുപ്പം. മറ്റ് സൾഫൈഡും കാർബണേറ്റും നൈട്രേറ്റും ഒക്കെ ആണെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഓക്സൈഡാണ് ഏറ്റവും നല്ലത്. ഓക്സൈഡിൽ നിന്ന് മാറ്റാനാണ് എളുപ്പം. അപ്പൊ എക്സ്ട്രാക്ഷൻ സമയത്ത് തെർമോഡൈനാമിക് 2 രീതികളുണ്ട്. ഒന്ന് ചൂട് ഉപയോഗിച്ചുകൊണ്ടുള്ള രീതി, ചൂടാക്കിക്കൊണ്ടുള്ള രീതി, താപം ഉപയോഗിക്കുന്ന രീതി. ഒരു റെഡ്യൂസിങ് ഏജന്റ്, അതായത് ഒരു നിരോക്സീകാരിയുടെ സാന്നിധ്യത്തിൽ ചൂടാക്കുക. ഇവിടെ അയൺ ഓക്സൈഡ് ആണെങ്കിൽ കാർബണുമായി ചേർത്തിട്ട് ചൂടാക്കിയിട്ട് കാർബൺ മോണോക്സൈഡും ഇരുമ്പും വേർതിരിച്ചു. ബ്ലാസ്റ്റ് ഫർണസ്, നമ്മൾ 10ാം ക്ലാസ് പഠിച്ചതാണ്. ബ്ലാസ്റ്റ് ഫർണസ് ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഫർണസിൽ മുകളിൽ നിന്ന് ഈ പൊടിച്ച ഇരുമ്പയിര്, അതായത് ഇപ്പൊ കാണാനല്ലേ നിങ്ങൾക്ക്? അപ്പൊ ഇലക്ട്രോ കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ഉദാഹരണം ഇതാണ്. അലൂമിനിയത്തിന്റെ നിർമ്മാണം. അലൂമിനിയം നിർമ്മിക്കുന്നത് ഹോൾ ഹെറോൾഡ് പ്രക്രിയ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോൾ ഹെറോൾഡ് പ്രക്രിയ. ആ പ്രക്രിയയാണ് നമുക്ക് അലൂമിനിയത്തിന്റെ വില ഇത്രയും കുറച്ചിട്ട് 300 രൂപക്ക് 1 കിലോ അലൂമിനിയം കിട്ടുന്ന രീതിയിലേക്ക് എത്തിച്ചത്. ഹോൾ ഹെറോൾഡ് പ്രക്രിയ, HEROULT, ഹോൾ ഹെറോൾഡ് പ്രക്രിയ. അതിലൂടെ അലൂമിനിയത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് അലൂമിനിയം കിട്ടുക. അലൂമിനിയം ഓക്സൈഡ്, അലൂമിന എന്ന് പറയുന്ന അലൂമിനിയം ഓക്സൈഡിലൂടെ വൈദ്യുതി കടത്തിവിട്ടിട്ടാണ് അലൂമിനിയം ഓക്സൈഡ് കിട്ടുക. ഒരു പ്രത്യേക രീതിയുണ്ട്. ഈ രീതി കൃത്യമായിട്ട് നമുക്ക് മെറ്റലർജി എന്ന് പറഞ്ഞ പാഠത്തിൽ, മെറ്റലർജി എന്നല്ല പാഠത്തിന്റെ പേര്, പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസസ് ഓഫ് ഐസൊലേഷൻ ഓഫ് എലമെന്റ്സ് എന്നാണ് പേര്. കുറച്ച് നീളുള്ള പേരാ. നമ്മൾ എളുപ്പത്തിൽ മെറ്റലർജി എന്ന് പറയും. അപ്പൊ ഇങ്ങനെയാണ് അത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ഇപ്പൊ മെറ്റൽ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ചില സമയത്ത് മെറ്റലിനെ പ്യൂരിഫൈ ചെയ്യേണ്ടി വരും. പ്യൂരിഫിക്കേഷന് കുറെ മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലിക്വേഷൻ,
ഒരു ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുക. അപ്പൊ മെൽറ്റിംഗ് പോയിന്റ് കുറഞ്ഞ മെറ്റൽസ് ഒക്കെ ഉരുകിയിട്ടും ഒലിച്ചു വരും. ടിന്നും ലെഡും ഒക്കെ എക്സാമ്പിൾ ആണ്. ഇങ്ങനെ പ്യൂരിഫൈ ചെയ്യുന്ന മെറ്റൽസ് എന്ന് പറയുന്നത് ടിന്നും ലെഡും ഒക്കെയാണ്. ടിന്ന്, ലെഡ്, ഇത് രണ്ടും പറയുന്ന പോലെയല്ല എഴുതുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ടിന്നിന്റെ പേര് സ്റ്റാനം എന്നാണ്, അതുകൊണ്ട് സ്റ്റാനസ് എസ് എന്ന് എഴുതുന്നു. ലെഡിന്റെ പേര് പ്ലംബം എന്നാണ്, അതുകൊണ്ട് പി ബി എന്ന് എഴുതുന്നു. ഇതിന് രണ്ടിനെയും വേർതിരിക്കുന്നത് ഇങ്ങനെ ലിക്വേഷൻ വഴിയാണ്. ചെരിഞ്ഞ പ്രതലത്തിൽ വെച്ച് ചൂടാക്കുക, ഇതിന് മെൽറ്റിംഗ് പോയിന്റ് കുറവാണ്, ഉരുകി ഇങ്ങ് ഒഴുകി വരും. ഇത് രണ്ടും കൂടിയുള്ള അലോയ് എന്തിനും ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആർക്കാ അറിയാം? ടിന്നും ലെഡും കൂടിയിട്ടുള്ള ഒരു സാധനം, അതിന്റെ ഒരു അലോയ്, അതിന്റെ ലോഹ സങ്കരം എവിടെയോ ഉപയോഗിക്കുന്നുണ്ടല്ലോ. കേട്ടില്ല? സോൾഡർ എന്ന് പറയുന്ന സാധനം, സോൾഡറിങ്ങിന് അല്ലെങ്കിൽ ഫ്യൂസ് വയറായിട്ട് ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇപ്പൊ ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ സ്ഥലത്തും അങ്ങനെ ഫ്യൂസ് ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോ മറ്റു പല ഉപകരണങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്യൂസ് വയറായിട്ട് ഉപയോഗിക്കുവാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഫ്യൂസ് വയർ. ഫ്യൂസ് അങ്ങനെ വീടുകളിലൊന്നും ഇപ്പൊ ഫ്യൂസ് ഇല്ല. വീട്ടിലൊക്കെ ഉള്ളത് MCB, LCB പോലത്തെ പുതിയ സാധനങ്ങളാണ്, കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവം. ഫ്യൂസ് കുറവാണ്. ഓക്കെ. പിന്നെയുള്ളത് ഡിസ്റ്റിലേഷൻ ആണ്. ലോ ബോയിലിംഗ് മെറ്റൽ ആയിട്ടുള്ള ലോ ബോയിലിംഗ്, തിളനില കുറഞ്ഞ മെറ്റൽസ്, പെട്ടെന്ന് തിളക്കുന്ന മെറ്റൽസ്, ഈ നീരാവിയെ വേറെ സ്ഥലത്ത്, ഈ മെറ്റലിന്റെ ആവി വേറെ സ്ഥലത്ത് കളക്ട് ചെയ്യും, കണ്ടൻസ് ചെയ്തിട്ട് അതെടുക്കും. ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാല് മെർക്കുറി ഒരു ഉദാഹരണമാണ്. മെർക്കുറി നമുക്ക് മെർക്കുറി നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ സിങ്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. പിന്നീട് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് ആണ്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് അത് നമുക്ക് കോപ്പറാണ്. നമ്മൾ അതാണ് കോപ്പറാണ് പഠിച്ചിട്ടുള്ളത്. കോപ്പർ ഇങ്ങനെ വേർതിരിക്കുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. കോപ്പർ ഇങ്ങനെ വേർതിരിക്കുന്നു, അതായത് വൈദ്യുതി ഇംപ്യൂർ കോപ്പറിനെ ഒരു സൈഡിലും പ്യൂർ കോപ്പറിനെ വേറെ സൈഡിലും വെച്ചിട്ട് അതിലൂടെ വൈദ്യുതി കടത്തിവിട്ട് ഈ ഇംപ്യൂർ കോപ്പറിൽ നിന്ന് അല്ലെങ്കിൽ ഈ അശുദ്ധ കോപ്പറിൽ നിന്ന് കോപ്പർ അയോണിനെ മാത്രം ശുദ്ധ കോപ്പറിലേക്ക് മാറ്റിയിട്ട് ഇങ്ങനെ വേർതിരിച്ച് വൃത്തിയാക്കി എടുക്കുന്ന രീതി പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, വൈദ്യുതി ഉപയോഗിച്ചുള്ള പ്യൂരിഫിക്കേഷൻ മെത്തേഡ്. ഇനി ലോഹങ്ങളുടെ പ്രവർത്തനാണ്. നമുക്ക് ഇനി അത്രയേ ഉള്ളൂ, എളുപ്പത്തിൽ പറഞ്ഞു പോവാം. ചില ലോഹ വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കുന്ന പലതും അറിയാം. ഇപ്പോൾ അലൂമിനിയം പാത്രം വാങ്ങിച്ചിട്ട് അമ്മ നല്ല വൃത്തിക്ക് തേച്ച് കഴുകി വൃത്തിയാക്കി തിളക്കി വെച്ചു. കുറച്ചു ദിവസം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും മങ്ങും. കളർ മങ്ങൂലേ? കുറച്ച് മങ്ങിപ്പോവും. പിന്നെ ഒരു കാര്യമായിട്ട് അത് നല്ല സോപ്പും മറ്റേ വെണ്ണീരൊക്കെ ഇട്ട് നല്ല വൃത്തിക്ക് തേച്ച് കഴുകിയിട്ട് വീണ്ടും തിളക്കി വെക്കും, വീണ്ടും മങ്ങും. കാരണം അത് അതിന്റെ ഒരു പ്രവർത്തനമാണ്. അത് എയറുമായിട്ട് ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇങ്ങനെ മാറുന്നതാണ്. മെറ്റലും ഓക്സിജനും കൂടി ചേർന്നിട്ട് മെറ്റൽ ഓക്സൈഡ് ആയി മാറുകയാണ്. എല്ലായ്പ്പോഴും ഓക്സൈഡ് അല്ല, മറ്റു വസ്തുക്കളും ഉണ്ടാകുന്നത്. പൊതുവെ ഓക്സൈഡ് ആണ് ആവുന്നത്. ഒരു ഉദാഹരണം Mg+O2 is giving MgO. മെഗ്നീഷ്യം ഓക്സൈഡ്, മെഗ്നീഷ്യം റിബൺ. മെഗ്നീഷ്യത്തിന്റെ കളർ ശരിക്ക് വെള്ളിയുടെ കളറാണ്. പക്ഷെ നമുക്ക് മെഗ്നീഷ്യം റിബൺ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു കറുത്ത കളറാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറെ എന്തോ ഒരു കളറാണ് ഉണ്ടാവുക. ആ കളറിന് കാരണം ഈ മെഗ്നീഷ്യം ഓക്സൈഡ് ആണ്. ജലവുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ലോഹങ്ങൾ. നമുക്ക് കുറെ കാര്യമായിട്ട് പഠിക്കാനുണ്ട്. എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നൊരു പാഠമുണ്ട്, അതിൽ പഠിക്കും. ജലവുമായിട്ടുള്ള പ്രവർത്തനം പല രീതിയിലാണ്. സോഡിയൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. മഗ്നീഷ്യം, കാൽഷ്യം പോലുള്ളത് വളരെ മെല്ലിയെ പ്രവർത്തിക്കുള്ളൂ. ഇരുമ്പ് നീരാവിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ചെമ്പ് പ്രവർത്തിക്കുകയില്ല. സ്വർണം വെള്ളമായിട്ട് പ്രവർത്തിക്കില്ല. പ്ലാറ്റിനം പ്രവർത്തിക്കില്ല. പക്ഷെ പൊതുവെ സ്യൂട്ടബിൾ കണ്ടീഷൻ ആണെങ്കിൽ പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ പുറത്തു വിടും. സോഡിയത്തിന്റെ ഉദാഹരണമാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. സോഡിയം എല്ലായ്പ്പോഴും പ്രവർത്തിക്കും. മഗ്നീഷ്യം, കാൽഷ്യം പോലുള്ളത് ചൂടുവെള്ളത്തിൽ മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ഇരുമ്പ് നീരാവിയായിട്ട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. ചെമ്പ് ആരുമായിട്ടും പ്രവർത്തിക്കില്ല. നമ്മുടെ വീട്ടിൽ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിൽ എയർ കണ്ടീഷണറിന്റെ ഉള്ളിലെ സ്പ്ലിറ്റിൽ നിന്നും പുറത്തെ ആ ഒരു കൺട്രോൾ യൂണിറ്റിലേക്ക്, പുറത്തെ ആ ഒരു ഫാനുള്ള യൂണിറ്റിലേക്ക് പോകുന്ന പൈപ്പ് ഒരു വെളുത്ത കളറാണ് കാണുക. പക്ഷെ അതിൻ്റെ ഉള്ള പൈപ്പ് ചെമ്പാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ? ചെമ്പിന്റെ ട്യൂബാണ് കൊടുക്കുക, കോപ്പർ ട്യൂബാണ് കൊടുക്കുക. എന്നിട്ട് ആ കോപ്പർ ട്യൂബിന് ഒന്നും മുട്ടോ തട്ടോ ഒന്നും ചെയ്യാതിരിക്കാനാണ് ഒരു ഷീറ്റ് കൊടുത്തിട്ടുള്ളത്, ഒരു കവറിങ് കൊടുത്തിട്ടുള്ളത്. ചെമ്പ് ഉപയോഗിക്കാൻ കാരണം ചെമ്പിനുള്ളിലൂടെ എന്തെങ്കിലും പാസ് ചെയ്താൽ ചെമ്പിന് പെട്ടെന്നൊന്നും എന്ത് ചെയ്യില്ല, ലോഹനാശനം സംഭവിക്കില്ല, നശിച്ചു പോവില്ല. അത് ജലമായിട്ടൊന്നും പ്രവർത്തിക്കുന്ന സാധനമല്ല ചെമ്പ് പാത്രങ്ങൾ.
ശരിക്കും കോപ്പറിന്റെ വാട്ടർ ബോട്ടിൽസ് വരാറുണ്ട്. കോപ്പർ കൊണ്ടുള്ള വെള്ളക്കുപ്പികൾ നമുക്ക് വളരെ സുന്ദരമായിട്ട് ഉപയോഗിക്കാം. കാരണം എന്താ, അത് ജലമായിട്ട് ഒരു പ്രവർത്തനവും ഇല്ലാത്ത സാധനമാണ്. ജലമായിട്ട് അത് പ്രവർത്തിക്കില്ല. അത് തണുത്ത വെള്ളമായാലും ചൂടുവെള്ളമായാലും നീരാവി ആയാലും ചെമ്പ് പ്രവർത്തിക്കില്ല. ആസിഡുകളായിട്ട് പ്രവർത്തിച്ചിട്ട് ഹൈഡ്രജൻ റിലീസ് ചെയ്യും. ഇതാ സിങ്ക് പ്ലസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഉദാഹരണം കുറച്ച് മുമ്പ് ഞാൻ എഴുതി. അവിടെ ഞാനത് പിന്നെ ബാലൻസ് ചെയ്തിരുന്നില്ല. കാരണം അത് ബാലൻസിങ്ങിന് ശേഷം നമ്മൾ പറയാൻ വേണ്ടി വെച്ചതാണ്. ഇവിടെ അത് ബാലൻസ് ചെയ്തിട്ടുണ്ട്. സിങ്ക് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് പ്രവർത്തിച്ചിട്ട് സിങ്ക് ക്ലോറൈഡ് തരുന്നു. സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജനും. ഇത് ഓരോ ലോഹത്തിനും ഒരേ സ്വഭാവമാണ്. നമുക്ക് കൃത്യമായിട്ട് ഓരോന്നിനും പഠിക്കാനുണ്ട്. ലാസ്റ്റ് ഞാൻ പറയുന്നത് കൊറോഷൻ ഓഫ് മെറ്റൽസ് ആണ്. ലോഹനാശനം എന്ന് പറയുന്ന സാധനം. അതാണ് ഈ പറഞ്ഞത് മുഴുവൻ. മെറ്റൽസ് റിയാക്ട് വിത്ത് ഡിഫറെന്റ് കോമ്പണൻസ്. അതായത് നേരത്തെ എയറുമായിട്ടുള്ള സംഭവം പറഞ്ഞത്, അലൂമിനിയത്തിൻ്റെത് അലൂമിനിയം ഓക്സൈഡായി മാറുന്നു. എയറുമായിട്ടുള്ള പ്രവർത്തനം ലോഹനാശനമാണ്. വെള്ളവും അത് ഞാൻ ചോദിക്കാം. ഒരു ഇരുമ്പിന്റെ ഒരു പൈപ്പ്, ഒരു ഇരുമ്പിന്റെ ഒരു തൂണ് നമ്മുടെ വീടിനകത്ത്, ഇപ്പൊ ഈ റൂമിനകത്ത് ഒരു ഇരുമ്പ് തൂണുണ്ട്, ഒരെണ്ണം കടൽക്കരയിലും ഉണ്ട്. ഏതാണ് ആദ്യം തുരുമ്പിക്കുക? കടൽക്കരയിലുള്ളത്. അതാണ് ഞാൻ ഇവിടെ കോമ്പണൻസ് ഓഫ് എയർ എന്ന് കൃത്യമായിട്ട് പറഞ്ഞത്. എയറിലുള്ള ഓക്സിജൻ നമുക്ക് ആവശ്യമുണ്ട്. മോയിസ്ചർ വേണ്ടേ? ജലാംശം ഉണ്ടാവണ്ടേ? സോൾട്ട്, അത് ഓക്സിജൻ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ നടക്കും. അതുപോലെ ചെറിയ ജലാംശം, നനവ് തട്ടിയാൽ പെട്ടെന്ന് തുരുമ്പിക്കും. അതുപോലെ സോൾട്ട്, ഉപ്പിന്റെ അംശം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തുരുമ്പിക്കും. ഇതൊക്കെയാണ് ഈ കോമ്പണൻസ് ഓഫ് എയർ എന്ന് എടുത്ത് പറഞ്ഞത്. ഒരു കാറ്റ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പല സാധനങ്ങൾ വേണം. റസ്റ്റിംഗ് ഓഫ് അയൺ ഉദാഹരണമാണ്. വേർഡിഗ്രീസ് ഓൺ കോപ്പർ ഒബ്ജക്ട്. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. വേർഡിഗ്രീസ്, ഒരു പച്ച കളറുള്ള സാധനം നമ്മൾ ക്ലാവ് എന്ന് വിളിക്കുന്നത്. കണ്ടിട്ടുണ്ട്. ക്ലാവ് എന്നുള്ള ഒരു സാധനമുണ്ട്. അപ്പോ അത് ഈ ക്ലാവ് ഒരു ഉദാഹരണമാണ്. വേർഡിഗ്രീസ് എന്ന് പറയുന്നത് പച്ച കളറുള്ളത് വിളക്കിലൊക്കെ ഉണ്ടാവാറുണ്ട്, കോപ്പർ ഉള്ള വസ്തുക്കളിൽ. അതൊക്കെ ലോഹനാശനം, കൊറോഷനാണ് സംഭവിക്കുന്നത്. അപ്പൊ അത്രയാണ് ഞാൻ ഇന്ന് പറയുന്നത്.